ധാരണയില്ല. ഞാൻ പിന്നെ വരുന്ന ഒരു കൂട്ടുകാരോട് പറയുന്നതാ, ഞാൻ എൻ്റെ ഒടുക്കത്തെ ഒരു ഇന്റർവ്യൂ ഒടുവിലത്തെ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്നത് എന്റെയാണ്, നിങ്ങളുടെ അല്ല. തിരി എടുക്കുമ്പോ അപ്പം പറയും ഇളകി എന്ന് പറയും. തിരിയും തിപ്പിടി എടുക്കണം ഇളകി എൻട്രി എന്ന് പറയും. ഇങ്ങനെ ചിലപ്പോ പള്ളിയിൽ പോയിരിക്കും. ഞാൻ അവൾക്ക് വേണ്ടി ഒരു ടോയ് വാങ്ങിച്ചുകൊണ്ടുപോയി. അവളുടെ ഒപ്പം വേറൊരു കൂട്ടുകാരി കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ഡിഡ് യു ബൈ സംതിങ് ഫോർ ഹെയർ? അത് അവൾ പഠിച്ചത് അവൾക്ക് ഖത്തറിൽ കിട്ടിയ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എനിക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് സങ്കടം ഉണ്ടാവുന്ന അവൾ മൊറാലിറ്റി പഠിപ്പിച്ചോ മതം പഠിപ്പിച്ചതോ അല്ല. ഒന്നും ആഗ്രഹിക്കാത്തവരുടെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ട്. ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, വാശികളൊന്നും ഇല്ലാത്തൊരു മനസ്സിൽ ഒരു എംപ്റ്റി സ്പേസ് ഉണ്ട്. ആ എംപ്റ്റി സ്പേസിലേക്ക് പ്രകൃതി അത് കണ്ട് വെച്ച് കൊടുക്കുന്നതാണ് ഗ്രേസ്. നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് ഇടുന്നു, എന്ത് നമ്മളിത് വൃത്തിക്കും മെനക്കും, നിങ്ങളിത് കുറെ നേരം പ്രിപ്പയർ ചെയ്ത് കുറെ ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നു. ജോസഫ്, ചോദ്യം ശരിയല്ലോട്ട് സ്വാഗതം. താങ്ക് യു. പുസ്തകം ഇറങ്ങി, പുസ്തകം വായിച്ചു, പുസ്തകം നന്നായി, പുസ്തകത്തിന്റെ അവസാനം അതിമനോഹരമായി. അരുൺ ഒരു ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവണത്. എല്ലാവരും ഉണ്ടാവും, പക്ഷെ അവസാനം അരുണിനെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത്? അരുണാണ്. പരങ്ങണാത്ത യുദ്ധങ്ങളിലാണോ? അരുണാണ്. നമ്മളാവാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ചേട്ടൻ. ഞാൻ ശരിക്കും ഇമോഷണലായി അവസാനത്തെ ആ സെന്റൻസ് വായിച്ചിട്ട്. പിന്നെ ഞാൻ പുസ്തകം വായിച്ചു തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യത്തെ പുസ്തകമല്ല, ഞാൻ അവസാനത്തെ പുസ്തകമാണ് ആദ്യം വായിച്ചത്. ഒരു വ്യക്തി എന്ന നിലയിലും എനിക്ക് തോന്നുന്നത് ആത്മീയമായും വളരെ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. ആദ്യം ഒരു ബ്ലൈൻഡ് ബിലീവറിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനിങ് ബിലീവറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റിൽ അത് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് ആണ്. ബ്ലൈൻഡ് ബിലീവർ ആയിരുന്നില്ല പണ്ട്. ചിലപ്പോൾ എഴുതുന്ന സമയത്ത് നമ്മുടെ ആ മൂഡ് പോലെയൊക്കെ ആയിരിക്കും ഓരോ ചാപ്റ്റർ വരുന്നത്. കാരണം 4 വർഷം എടുത്താണ് ഓരോ പുസ്തകം എഴുതിയത്. അപ്പൊ 4 വർഷത്തിൽ ആ ചാപ്റ്റർ എഴുതുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ നല്ല വിശ്വാസത്തിന്റെ ഒരു സമയത്തായിരുന്നു കാണും. ചിലപ്പോൾ ഞാൻ തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ആ ചാപ്റ്റർ എഴുതണ്ടായിരുന്നു. ഇപ്പൊ ആരും കാണാത്ത യുദ്ധങ്ങളില് ദൈവമുണ്ടോ ദൈവമേ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ എൻ്റെ ഇന്നർ ക്രൈസിസുകളും റൂട്ടിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ മീൻ ലവ് വിത്ത് ജീസസ്. അതൊരു അദ്ദേഹം ചെയ്ത മിറക്കിളുകളുടെ മെറിറ്റിലൊന്നുമല്ല, ഒരു ഹ്യൂമൻ ലൈഫ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ്. തന്നെ ചതിച്ചവരെയും പറ്റിച്ചവരെയും തള്ളിപ്പറഞ്ഞവരെയൊക്കെ വാക്കുകൊണ്ട് പോലും നോവിക്കാണ്ട് കിട്ടിയ ശിക്ഷ ഏറ്റുവാങ്ങി നൈസായിട്ട് കടന്നുപോയ ഒരാൾ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തായാലും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളെ ചതിക്കും, ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നവരും നമ്മളെ കൂടെ കൊണ്ടുവരുന്നവരും നമ്മളെ പിന്നീന്ന് കുത്താൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് മുമ്പേ ഒരാൾ കടന്നുപോയി, അതയാൾ ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഞാൻ അദ്ദേഹം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ ജീസസ് മൈനസ് മിറക്കിൾസ് ആണ് എനിക്ക് ജീസസ്. എനിക്ക് അത്ഭുതങ്ങളൊന്നും അദ്ദേഹം ചെയ്യേണ്ടതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഫോർ മീ. വെള്ളം വീഞ്ഞാക്കിയതൊന്നും എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നണമൊന്നുമില്ല. ചിലപ്പോൾ മെന്റലിസ്റ്റ് അതിനോട് പറഞ്ഞ പുള്ളി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വെള്ളം വീഞ്ഞാക്കുമായിരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പിന്നീന്ന് കുത്തിയവനോട് ഇറ്റ്സ് ഫൈൻ, യു മേ ഗോ എന്ന് പറയാൻ പറ്റുന്ന വലിയൊരു കാര്യമായിട്ട് തോന്നി. അതാണ് പുരുഷ ഉദ്ദേശിച്ച ഒരു ഗ്രോത്ത് എന്ന് എനിക്ക് തോന്നുന്നു, സ്പിരിച്വൽ ഗ്രോത്ത് എന്നിലുള്ളത്. പല കാര്യങ്ങളിലും അത് മാത്രമല്ല, ചില തീംസ് രണ്ടാമതൊക്കെ വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ആദ്യമായിട്ട് പൊതുവെ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാളിൽ നിന്ന് ശാസ്ത്രീയമായ വാക്കുകളൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ക്യാവസ് തിയറി. അപ്പോൾ ഞാൻ ഈ വന്ന വഴിക്ക് ഇതെന്തോ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ ആത്മീയതയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്? ഏത് തിയറിയാണ്? ക്യാവസ് എന്നല്ലേ പറയുന്നത്. ക്യാവസ് തിയറി എന്ന് പറഞ്ഞ് പല സ്ഥലത്തും കണ്ടു. ഒരു പുസ്തകത്തിൽ നിന്നല്ലാതെ പല രീതിയിലും ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവുമല്ലോ. അവിശ്വാസിയുടെ കോണിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ മൂത്തേട്ടൻ അവിശ്വാസിയാണ്. എനിക്ക് അധികം പുറത്തോട്ടൊന്നും അന്വേഷിക്കണ്ടേ, ടേസ്റ്റുകൾ അന്വേഷിച്ച വീട്ടിൽ തന്നെയുണ്ട്. അമ്മ ദൈവം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന ഒരാൾ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി നല്ല പരിപാടിയാണ്. പക്ഷെ അതില് സ്ട്രോങ്ങിൽ വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ ഐ റിയലി ഡൗട്ട്. നമ്മ കൺഫ്യൂസ്ഡ് ഒരു ബീയിങ് ആണ്. അപ്പച്ചൻ വളരെ ആഴത്തിൽ വിശ്വാസത്തിൽ എല്ലാ ദിവസവും കുർബാനാണെന്ന ഒരാളാണ്. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഇതുപോലെ പള്ളിയും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ എൻ്റെ റൂട്ടഡ് ഇൻ ജീസസ് എന്ന പേഴ്സോണയിലാണ്. ഒരു മിറക്കിൾ ചെയ്യുന്ന ദൈവം എനിക്ക് ഭൂമിയിൽ എനിക്ക് ആ മനുഷ്യപുത്രന്റെ ലൈഫ് മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വലിയ സങ്കടങ്ങൾ വന്നപ്പോഴും. അല്ല, പക്ഷെ വളരെ വേദനയുടെ ഒരു ജീവിതമല്ലേ അത്.
അങ്ങനെ മിറക്കിൾ, അതുകൊണ്ടല്ലേ അതിന് മിറക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ മിറക്കിൾ വിശ്വസിച്ച് ജീസസിനെ പോലെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരാൾ മുമ്പേ ജീവിച്ച് കടന്നു പോയതുകൊണ്ട് നമുക്കത് മാതൃകയാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതങ്ങൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നു ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ മാത്രം പറ്റിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം നമുക്ക് ദുരന്തമായിരിക്കും. നമ്മുടെ ഒരു 10 സുഹൃത്തുക്കൾ പറയണം ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും മിടുക്കനായ ജീവിതം ജീവിക്കുന്നു എന്ന് വരുന്ന ഒരു സുഹൃത്ത് പറയണം എടാ എന്നെ 5 പേര് പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആണോ അപ്പൊ നിങ്ങളെയും പറ്റിച്ചിട്ടുണ്ടല്ലേ, ഓക്കെ. അവിടെ നമുക്ക് കിട്ടുന്ന ആശ്വാസമാണ് അതാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഒരാൾ പറഞ്ഞു വെക്കുകയാണ് ലോകത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട്, നിങ്ങൾ എത്ര നല്ല പ്രഘോഷിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കല്ലെറിയപ്പെടും. ഇറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഹൗ ദ വേ ഇറ്റ് ഈസ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ ശ്രമിക്കുന്നിടത്ത് ശത്രു ഇല്ലാണ്ടാവും. ഇപ്പൊ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ലെന്നേ, ഇതൊക്കെ അസാധ്യമായ ഹോംവർക്ക് കൊണ്ട പരിപാടിയാണ്. ഇത് പറയാൻ എളുപ്പമാണ് ശത്രുവിനെ സ്നേഹിക്കുക. ഇപ്പൊ എന്നെ തെറി പറഞ്ഞ ഒരാളെ, എന്നെ പിന്നീന്ന് കുത്തിയ ഒരാളെ അന്നപ്പൊട്ടെ എന്ന് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല ഈ പരിപാടി. പക്ഷെ കോൺസ്റ്റന്റിൽ എഫേർട്ട് ഇട്ട് നമ്മൾ മെല്ലെ, ഞാൻ ഈ കഴിഞ്ഞൊരു 7 വർഷമായിട്ട് ഓരോ വീഡിയോസും ഇങ്ങനെ ഓരോ ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുന്നു. എന്റെ വീഡിയോസ് കണ്ട് ഏറ്റവും നന്നായത് ഞാനാണ്. സീരിയസ്ലി ഇത് ശരിയാണല്ലോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞ വീഡിയോസ് തന്നെ എന്നെ നോക്കി പുച്ഛിക്കും, ഇങ്ങനെ ക്ഷമിക്കടാ നീയല്ലേ പറഞ്ഞ ക്ഷമിക്കണം എന്ന്. അങ്ങനെ പറഞ്ഞ് ഐ ഹാവ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്. എന്നോട് ഒരാൾ പണ്ട് പറഞ്ഞിട്ട് പോലുണ്ട്, ചേട്ടന് സങ്കടം വന്ന ചേട്ടൻ തന്നെ വീഡിയോ കണ്ടാൽ പോരെ. നമ്മളത് അന്നൊരു ഹ്യൂമറസ് ആയിട്ട് തന്നെ കണ്ടെങ്കിലും എന്നാലേക്കും ട്രൂ. നമ്മൾ പറഞ്ഞ് നമ്മൾ ഇവഞ്ച്വലി ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെനിക്കത് വലിയൊരു വേദനയായിട്ടൊന്നും തോന്നണമെന്നില്ല. മനുഷ്യർ പറ്റിക്കുന്നേ, മനുഷ്യർ ചതിക്കും. അതില്ലാത്ത ഏതൊരാളുള്ള ഈ ഭൂമിയിൽ. അപ്പൊ നമുക്കത് ഒരു വലിയൊരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി കുരിശിലേറ്റപ്പെട്ട് മരിച്ചുപോയി. ഇതിലും വല്ലതും വരാനില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതിലൊരു ഈ ഫെയ്ത്ത് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ വിശ്വസിക്കണമല്ലോ. ആ ഒരു ഇങ്ങനെ ഒരാള്, അതാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതിനാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അത്ര വേദനിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? അല്ല, കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്തുകൂടെ? എങ്ങനെയാണ് ഈസി ആയിട്ട് ചൂസ് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച ഒരാള് നിങ്ങളെ പറ്റിച്ച് കടന്നുപോയി, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ഈസി ആയിട്ട് കാണാൻ പോകുന്നു? അല്ല, അതുണ്ടാവും എന്നുള്ളത്, അത് ഈസി ആയിട്ട് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ് നമുക്ക് ഒരിക്കലും ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് വേദനകൾ ഉണ്ടായാൽ വേദനകളൊന്നും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര കണ്ട് ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപയുണ്ട്, നിങ്ങൾ ഒരാൾ 1000 രൂപയ്ക്ക് പറ്റിച്ചു, അത് ഈസി ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. നിങ്ങൾക്ക് 1 കോടിയുണ്ട്, നിങ്ങളുടെ 75 ലക്ഷം രൂപ കൊണ്ടുപോയി നമുക്ക് തിരിച്ചു തരുന്നത് നിങ്ങളെ പറ്റിച്ചു, നമുക്ക് ഒരിക്കലും അത് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈസി ആയിട്ട് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കും. നമ്മൾ ഓഫ് കോഴ്സ് പഠിക്കുകയാണല്ലോ. ആ പഠനത്തിന്റെ ഒപ്പം നമ്മൾ അതിനെ, ആ ഒരു സംഗതിയെ കുറെ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് പറ്റുക. ഇത്തരം ചില ഈ സ്പിരിച്വൽ സൈഡ്, ഇത്തരം ചില അന്വേഷണങ്ങളൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി നമുക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ, നാളെ ഞാനൊരാൾക്കൊരു അത്രയും രൂപ ചിലപ്പോൾ കണക്ക് കൊടുക്കില്ലായിരിക്കും. ചിലർ 10,000 കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇവൻ ചിലപ്പോൾ പറ്റിക്കുകയായിരിക്കും, അവൻ പറ്റിച്ചാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ആക്കുക എന്നൊരു പരിപാടിക്കൊക്കെ ഇത്തരം ചില ഡയറക്ഷൻ ഓഫ് തിങ്കിങ് ഒക്കെ സഹായിക്കുന്നതാണ് വിചാരിക്കുന്നത്. അല്ല, അതിന് ആത്മീയത ആവശ്യമുണ്ടോ? ആത്മീയത നിർബന്ധമൊന്നുമില്ല. ആർക്കാണ് നിങ്ങൾക്ക് ആവശ്യം എടുത്താൽ മതി. ഒരു നിർബന്ധമല്ല ആത്മീയത വേണമെന്ന്. ഇപ്പോൾ എപ്പോഴും പറയുന്നത്, ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട്, ചെയ്തോ. ഇത് നിങ്ങളെ സഹായിക്കുന്നില്ലേ? എന്നെ സഹായിക്കുന്നില്ല, ചെയ്യണ്ട. ഇപ്പം എൻ്റെ ചേട്ടൻ, മൂത്ത ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിശ്വാസിയാണ്. എൻ്റെ ചേട്ടൻ വിശ്വാസിയല്ല, പള്ളിയിൽ കൊണ്ടുവന്നാക്കുന്നു. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിൽ പള്ളിയിൽ കയറും, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി തിരിച്ച് വീട്ടിൽ പോകും, അല്ലെങ്കിൽ കാര്യം തന്നെ വെയിറ്റ് ചെയ്യും. എൻ്റെ ചേട്ടനെ നോക്കിയാണ്. എൻ്റെ ചേച്ചി പള്ളിയിൽ പോകുന്നതിൽ ചേട്ടന് ഒരു കുഴപ്പമില്ല. എൻ്റെ ചേട്ടൻ പള്ളിയിൽ കയറാത്തതിൽ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, മൂത്തേട്ടൻ ആദർശ്. ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. എന്താ നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കണില്ലല്ലോ. നിങ്ങൾ ആത്മീയത ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ? ആവശ്യമുള്ളവരുണ്ടാവുന്നേ, ആവശ്യമുള്ളവരത് എടുത്തോട്ടെ. നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എത്തീസ്റ്റുകൾ വിശ്വാസികളെ ബ്ലെയിം ചെയ്യുമ്പോൾ, ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദം, ലെറ്റ് ഇറ്റ് ബി. അല്ല, അവരുടെ ആ വിശ്വാസം പോലെ അവർക്ക് തന്നെ അവസാനം പണി കിട്ടുമെന്ന് കരുതാണ്, ഈ പണി കിട്ടുമ്പോൾ അവർ പഠിച്ചോളൂന്നേ. നമ്മളെന്തിനാ ഈ ലോകം മുഴുവൻ നന്നാക്കട്ടെ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ലോകം മുഴുവൻ മുള്ളുകളാണ്, ഒരു സൈഡിൽ നിന്ന് കാർപ്പറ്റ് ഇട്ട് തുടങ്ങണേക്കാളും നല്ലത്
എൻ്റെ കാൽമ 2 ചെരുപ്പിടുന്നതാണ്. എനിക്ക് യോജിക്കുന്ന ചെരുപ്പ് ഞാനിടും, ഞാൻ മുള്ളി ചവിട്ടില്ല. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരാളോട് പറയും ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പാണ് ഇട്ടാണ്, എൻ്റെ കാൽമ മുള്ളു കൊള്ളണില്ല, വേണമെങ്കിൽ ഇട്ട് നോക്കാം. അവന് ചിലപ്പോൾ അത് പാകാവില്ല, വേറെ ചെരുപ്പ് ഇട്ടോട്ടെ. സോ ഫോർ മീ സ്പിരിച്വാലിറ്റി ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഒരു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ സൈഡിനെ പറ്റിയാണോ അതോ ഒരു ഗട്ട് ഫീലിംഗ് അതാണോ ആദ്യം? മിക്സ്ഡ് ആണ്, രണ്ടും വരും. ഇപ്പോൾ നമ്മളൊരു പുസ്തകം എഴുതുന്നു, ഒരു ചാപ്റ്റർ അത് എഴുതണോ എഴുതണ്ടേ, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഒരു വരി എഴുതണോ എഴുതണ്ടേ, നമ്മൾ കുറേ ലോജിക്ക് ചില സമയത്ത് ലോജിക്കലി ഒരുപാട് ആലോചിച്ച് നമുക്ക് ഉത്തരം കിട്ടില്ല. കാരണം 2 ലോജിക്കലും സ്ട്രോങ്ങർ ആയിരിക്കും. ഇതിനകത്ത് സ്ത്രീയുടെ തലച്ചോറ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അത് ഒരു ഫീമെയിൽ ബ്രെയിനിനെ കുറിച്ച് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് പറയുന്നതാണ്. അത് എൻഡ് ചെയ്യുന്നത് MTയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള വളരെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയ വടക്കൻ വീരഗാഥയിൽ ഒരു വരി വെച്ചിട്ടാണ്. ഒരുപാട് സ്ത്രീകൾക്ക് അത് കേട്ടപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാനത് എഴുതുന്നേക്കാളും 100 വട്ടം ആലോചിച്ചിരുന്നു. ഞാൻ ആ ചാപ്റ്ററിനെ കുറിച്ച് എഴുതുന്ന ഒരുപാട് ആലോചിച്ചിട്ടാണ്. ലോജിക്കലി ആയിട്ട് എങ്ങും എത്തണില്ല. രണ്ടിനെ സ്ട്രോങ് സപ്പോർട്ട് ചെയ്യുന്ന അവർ എഴുതണം എന്ന് പറയുന്ന 100 കാരണങ്ങളുണ്ട്, അവർ എഴുതണ്ടെന്ന് പറയുന്ന 100 കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്ത് തീരുമാനിക്കും? അവിടെ നമ്മുടെ ഗട്ട് ഫീൽ വരും. ഗട്ട് ഫീൽ ലെറ്റ് ഇറ്റ് ബി, ഇനി വരുന്നതിന് നമ്മൾ സ്വീകരിക്കുക, അത്രയും ചെയ്യാം. അപ്പോൾ ഡിസിഷൻസിന് മുമ്പ് ലോജിക് ഓഫ് കോഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനം ഒരു മാജിക്കിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ സെമിനാരിൽ പോകാൻ തീരുമാനിച്ചല്ല, അപ്പന് ഭയങ്കര ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അപ്പൻ എൻ്റെ പേരൊക്കെ കൊടുത്ത് ഞാൻ സെമിനാരിൽ പോയി. അപ്പൊ ഞാനത് ചിന്തിക്കുന്ന അപ്പനത് ഇഷ്ടമായതുകൊണ്ട് ഞാനവിടെ പോവാം. എൻ്റെ ലോജിക്ക് അതായിരുന്നു. അവിടെ ജോയിൻ ചെയ്ത് 4ാം ദിവസം എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പണിയല്ല. പക്ഷെ ഞാൻ തിരിച്ചു പോകുന്ന അപ്പന് സങ്കടവും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് സങ്കടവും. എൻ്റെ ലോജിക്ക് അതായിരുന്നു, അവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ അച്ഛനാവുന്നു. 3 വർഷം കഴിയുമ്പോൾ എനിക്ക് ഒട്ടും പറ്റണില്ല, ഞാൻ നിർത്തി പോകുന്നു. ഞാൻ ചിന്തിച്ചു എൻ്റെ 3 വർഷം വെറുതെ ഞാൻ നശിപ്പിച്ചു. എൻ്റെ ലോജിക്ക് അപ്പം അങ്ങനെയായിരുന്നു. പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ഏറ്റവും നല്ല സൗഹൃദങ്ങൾ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗുരുക്കന്മാർ ഈ സെമിനാരിൽ നിന്നായിരുന്നു. ഈ ആരും കാണാത്ത യുദ്ധങ്ങളെ നന്ദി പറഞ്ഞാൽ എല്ലാ അച്ഛന്മാരെയും സെമിനാരിൽ നിന്ന് പരിചയപ്പെട്ടവരായിരുന്നു. എന്നെ ഇന്ന് എഴുത്തുകാരനാക്കുന്നതിൽ സെമിനാരിക്ക് വലിയ പങ്കുണ്ട്. I'm grateful I joined seminary. So if you ask me, അത് ലോജിക്കലി റൈറ്റ് ഡിസിഷൻ, അതെന്തോ മാജിക് ആയിരുന്നു. അതാണ് മാജിക്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംടൈംസ് എവിടെയോ വായിച്ച പോലെ ചില സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കും. ചിലപ്പോൾ ആ തെറ്റായ തീരുമാനമായിരിക്കും നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നു. അതിന് മാജിക് എന്നൊക്കെ വിളിക്കാം. ഞാൻ അതിനങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. പലരും പല അവരുടെ വിഷമങ്ങളുമായിട്ടൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടാവും, വിളിക്കുന്നുണ്ടാവും, ഇമെയിലുകളൊക്കെ കുറവായിരുന്നുണ്ട്. ഈ മറ്റുള്ളവരുടെ ഇപ്പം ഈ ഒരു ചെറിയ പ്രായമല്ലേ, അപ്പം അനുഭവങ്ങൾ നാളെ, അതായത് ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ തെറ്റായി പോകുമെന്ന് പേടിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ആർക്കൊന്നും പറഞ്ഞു കൊടുക്കാറില്ല എന്നുള്ളതാണ്. എനിക്ക് മെയിലുകൾ വരാറുണ്ട്. നമ്മൾ മെയിലിന് അഡ്രസ്സ് ചെയ്യുന്നത് എനിക്കിപ്പോൾ തോന്നുന്നു ഇതാണ്, ഇത് ശരിയാണെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. കൺസൾട്ട് സൈക്കോളജിസ്റ്റ്, ഒരു സയന്റിഫിക് ബാക്കപ്പിനൊക്കെ ഒന്ന് അവരെ കാണുന്നത് ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ആരും ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല. അപ്പം ഇതെൻ്റെ ഒറ്റ മറുപടിയാണ്, ഇതിൻ്റെ അപ്പുറത്തോടെ എനിക്കൊന്നും പറയാനില്ല. അതുപോലെ ചില കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറേ ഇല്ല. ഭർത്താവിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്, ഞാൻ അയാളോട് ചോദിക്കണ്ടേ, എനിക്ക് അറിഞ്ഞൂടന്നേ, എനിക്കറിയില്ല. അവരുടെ നമുക്കൊരു ഫുൾ പിക്ചർ കിട്ടിയാൽ നമ്മളൊരു സിനിമ ഫുള്ള് കണ്ടിട്ട് ജഡ്ജ് ചെയ്യുന്നതും ട്രെയിലർ കണ്ട് ജഡ്ജ് ചെയ്യുന്ന രണ്ടല്ലേ. എന്ന് പറയുന്ന പോലെ ആ ലേഡി പറയുന്ന ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എനിക്ക് ഒരു ഉത്തരവൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയോടെ തല്ലുണ്ട്, അവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയാനൊക്കെ പറ്റും. എല്ലാത്തിനും നമ്മൾ ഇടപെടാറില്ല. എല്ലാവരെയും സഹായിക്കണം, എല്ലാവരെയും രക്ഷപ്പെടുത്തുന്ന വാശിയൊന്നുമില്ല. നമുക്ക് വർക്കൗട്ട്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് വർക്കൗട്ടായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് പറ്റാത്ത കാര്യങ്ങൾ അയ്യോ എനിക്ക് അറിയില്ല കേട്ടോ എന്ന് അങ്ങനെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ചിലപ്പോൾ അവർ വിചാരിക്കും അയ്യോ ഇയാൾക്ക് ഇതൊന്നും അറിയില്ല. അറിവില്ല എന്ന് പറയുന്നതും ഒരു കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് പ്യുവർ ലോജിക്കാണത് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കത് അറിയില്ലേ, എന്നോട് കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു അറിവില്ല, ഞാൻ എന്ത് പറയും? എനിക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മുടെയും സേവ അവരുടെയും സേവ. ഇപ്പൊ ഒരു കുറെ കാലം ആയിട്ടൊരു മോട്ടിവേറ്റർ എന്നൊക്കെ എനിക്ക് തോന്നുന്നു ആ വാക്ക് തന്നെ വലിയ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. താല്പര്യമില്ല. അതെന്താണ് അങ്ങനെ ഒരു ഇഷ്ടക്കേട് അതിനോട് വന്നു തുടങ്ങിയത്? ഞാൻ ഈ പൊതുവെ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കാണുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവർക്ക് എപ്പോഴും ഒരു 5-6 പോയിന്റുകൾ ഉണ്ടാവും. ജീവിതത്തിൽ പണം സമ്പാദിക്കാൻ 5 പോയിന്റുകൾ, കുടുംബജീവിതം മെച്ചപ്പെടുത്താൻ 3 പോയിന്റുകൾ. പിന്നെ ഒരാൾ ചെയ്യണമെന്നുണ്ട് എപ്പോഴും അങ്ങനെ ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇനി അതൊന്നും മനസ്സിലാവണില്ല. നമ്മുടെ ഈ പോയിന്റുകളിലല്ല. ഓക്കെ, അതൊരു
ടെമ്പററി ഹെൽപ്പ് നൽകുമായിരിക്കും. എൻ്റെ ഇങ്ങനെ ഒരു നമ്മൾ കഥകളാണ് പറയുന്നത് മുത്ത്, അനുഭവങ്ങളാണ് പറയുന്നത്, വായിച്ച പുസ്തകവും കേട്ട് കടന്നുപോയ കഥകളൊക്കെയാണ്. അപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരാളെന്നതിൻ്റെ അപ്പുറത്തോട്ട് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നറിയപ്പെടും. കാരണം എനിക്കത് എന്നെ തന്നെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്കൊരു ഇങ്ങനെ ചിലപ്പോൾ ചില ചാനലുകളൊക്കെ അവാർഡുകൾക്ക് വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെ അവരുടെ 20th ആനിവേഴ്സറിക്കോ 25th ആനിവേഴ്സറിക്കൊക്കെ ഡിജിറ്റൽ അവാർഡ്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ ജോസഫ് നിങ്ങളെയാണ് മികച്ച മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അപ്പോൾ അതിന് താല്പര്യമുണ്ടോ? ഞാൻ പറയാം താല്പര്യം ഇല്ല, എനിക്കതൊരു മനസ്സിലാവണില്ല അതെങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യണേന്ന്. നല്ല വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടാണോ എനിക്കെന്തോ അങ്ങനെ ഒരു അവാർഡ് എന്തോ ഒരു അറിയില്ല. ഞാനിപ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു, വേറെ ഒന്നും ഉണ്ടല്ല, അതിന് പ്രൈസൊക്കെ ഉണ്ട്, പേയ്മെൻ്റ് ഒക്കെ ഉള്ളതാണ്. വേറൊരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഈ ഡിജിറ്റൽ അവാർഡ് ഒരു ട്രെൻഡാണ്, കുറെ ഇൻഫ്ലുവൻസേഴ്സ് വരും, കുറെ പ്രൊമോഷനൊക്കെ അതിനോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. റെക്കഗ്നീഷനുമാണെന്ന് ഞാൻ അഗ്രി ചെയ്യുന്നു, അത് റെക്കഗ്നീഷനാണ്. ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ജോസഫ് നിങ്ങൾക്കൊരു അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്തിലാ വേണ്ടതെന്നാണ്. നമുക്ക് എഴുത്തുകാരൻ എന്ന രീതിയിൽ വേണോ? അപ്പം ഞാൻ RJ ആയിരുന്നു 2 കൊല്ലം മുമ്പാണ്. RJ എന്ന സാധനം വേണോ, മോട്ടിവേഷൻ സ്പീക്കർ ഇങ്ങനെ എന്താ പാടായിരിക്കും നമുക്കിപ്പോൾ അത്. എനിക്കൊന്നും വേണ്ട, ഞാനങ്ങനെ അവാർഡുകളൊന്നും ഇങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന നിലയിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും ടൈംസിൽ ഇപ്പോൾ പോപ്പുലർ RJ കുറേ അവാർഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ സിസ്റ്റം ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. എൻ്റെ ഈ TRP റേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പല റേഡിയോയ്ക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അങ്ങനെ ഒരു ടാഗ് ലൈൻ ഞാൻ ഇന്ന് വരെ എൻ്റെ ബയോയിലോ എവിടെയോ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ വിളിക്കുന്നത് മോട്ടിവേഷൻ സ്പീക്കർ, പിന്നെ ഞാനിപ്പോൾ തിരുത്താൻ നിൽക്കാറില്ല. ഓക്കെ മോട്ടിവേഷൻ സ്പീക്കറാണ്, എനിക്കത് അറിയില്ല എന്താണെന്ന് അറിയാം. നമ്മളങ്ങനെയൊന്നും നമ്മളെക്കാൾ മെച്ചപ്പെട്ട അറിവും ധാരണ ആഴമുള്ള അനുഭവങ്ങളും ഒരുപാട് മനുഷ്യർ നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മുടെ വിചാരം നമ്മൾ ഇവരൊക്കെ പ്രചോദിപ്പിക്കുകയാണെന്നാണ്. കഷ്ടപ്പാട് പറമ്പിലൂടെ പണിയെടുത്ത് ചോര നീരാക്കി 2 അറ്റം കൂട്ടി മുട്ടിച്ച് കിടന്നുറങ്ങാൻ നേരത്തെ ഇയാൾ വെക്കുമ്പോൾ ഇപ്പം ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. ഞാനൊരു ബ്രേക്കപ്പ് ഈസ് വേക്കപ്പ് കോൾ എന്നൊരു വീഡിയോ എൻ്റെ വളരെ വൈറലായ ഒരു വീഡിയോ ആണ് ടിക്ടോക്കിൽ. ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടി എൻ്റെ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ബ്രേക്കപ്പ് ഈസ് വേക്കപ്പ് കോളാണ്. ആൾക്കത് കണ്ടിട്ടൊന്നും തോന്നിയില്ല, കാരണം ആളുടെ അപ്പം മരിച്ചു പോയതാണ്. ഇപ്പം അപ്പം മരിച്ച സങ്കടത്തിൽ നിന്ന് 7 വർഷമായിട്ടും കരകയറാത്തൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ഒരു വലിയ സങ്കടമായിട്ട് അവർക്ക് ഇത് എടുക്കാനേ പറ്റില്ല. അതിലും വലിയത് കടന്നുപോയ ആൾക്ക് ഏതാണ്ട് നല്ലൊരു കാലഘട്ടം ICU എന്നൊരു സെക്കൻഡ് ഹോം പോലെ കൊണ്ടുവരുന്നൊരു പെൺകുട്ടിക്ക് ഈ വക അവൻ എന്നെ പറ്റിച്ച് ഇവൻ എന്നെ ഇപ്പം മിണ്ടണില്ല എന്നുള്ള സംഗതികളൊന്നും ഏശില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ വലിയ വൻ വീഡിയോ ആശയങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ച് തള്ളിക്കളണ വലിയ മനുഷ്യർ ഒരുപാടുണ്ട്. ഇങ്ങനെ പാവം പയ്യൻ എന്തൊക്കെയാണ് പറയണെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കളയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്ക് I'm nobody in front of them. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പറയുന്നു, ഉപകാരപ്പെട്ട ഒരു കഥ പറയുന്നു. അതുകൊണ്ടാണ് എനിക്ക് മോട്ടിവേഷൻ സ്പീക്കറിന് വിൽക്കപ്പെടാൻ താല്പര്യമില്ലാത്തത്. ആഴമുള്ള വെട്ടമുള്ള ഒരുപാട് മനുഷ്യർ നമ്മൾ കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചിരിക്കേറിയും ചിലപ്പോൾ ആകുമ്പോൾ അവർ പറഞ്ഞ 10 വർഷം കഴിയുമ്പോൾ ഇത് മാറ്റി പറഞ്ഞോളൂ ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ആഴമുള്ള മനുഷ്യർ ഒരുപാടുള്ള ഈ ഭൂമിയിൽ. I am nobody to motivate. So I share stories. എനിക്ക് പിന്നെ ആളെ ചിരിപ്പിക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണം, ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവാൻ ആഗ്രഹിച്ച എൻ്റെ ടോക്ക് ഷോകളിലൊക്കെ മാക്സിമം ഹ്യൂമറിലൂടെ ഡീൽ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്കൊരു ഇമേജ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നല്ല ആളുകൾ പറയുന്ന, പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പോലും BGM കേൾക്കാറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അങ്ങനെയാണ് BGM ഇട്ടാണ് നമ്മുടെ താങ്കൾ കൂടുന്നത്. വളരെ ഉപകാരം. ഇത് നമ്മൾ എന്ത് പറഞ്ഞാലും BGM ഇട്ട് നമ്മുടെ വീഡിയോസ് അത് എൻ്റെ ഒരു വീഡിയോ ഒരു പയ്യൻ ഡൗൺലോഡ് ചെയ്ത് അവൻ BGM ഇട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് 1 million വ്യൂസ് വന്നായിരുന്നു. ഞാനത് അവൻ്റെ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കയ്യിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് അടിച്ചു. വീഡിയോയിലടാ അത്. പക്ഷെ സാറേ ഞാനില്ല, ഇരട്ട ലോകത്തിലേക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. വലിയ എനിക്ക് അങ്ങനെ വിളിക്കാൻ ആഗ്രഹമില്ല. എന്താണ് ആഗ്രഹം? എനിക്ക് പരിചയമുള്ള ഒരാൾ, ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ എവിടെയൊക്കെ എന്തൊക്കെ വീഡിയോ എൻ്റെ അപ്പുറത്തോട്ടൊരു ഇപ്പൊ ഒരു 4 ബുക്കൊക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ എഴുത്തുകാരൻ
വിളിക്കാം. അതൊക്കെ ഞാൻ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അതായത് ഈ കാമം ഭ്രാന്ത്, സ്നേഹം കാമം ഭ്രാന്ത്, ഇത് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ടൈപ്പ് അല്ല, ഫിക്ഷണലാണ്. പക്ഷെ അതാണല്ലോ മൂന്നാമത്തെ പുസ്തകം. മൂന്നാമത്തെ പുസ്തകം. പക്ഷെ ഇതിപ്പോ തിരിച്ചൊരു ഓട്ടോബയോഗ്രഫിക്കൽ മോഡിലോട്ട് വന്നു. അത് എന്താണ് അങ്ങനെ? അല്ല, ഈ ബുക്ക് എഴുതിയത് ബാക്കി 3 പുസ്തകം എഴുതിയ പോലെയല്ല. ഇതിങ്ങനെ ഒരു നല്ലപോലെ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം, അല്ലെങ്കിൽ ഒരു കുറെ ചിന്തിച്ചിട്ട് പോലും ഇത് മനുഷ്യർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കടന്നുപോയ ചില ആഴത്തിലുള്ള മുറിവുകൾ, എനിക്ക് കിട്ടിയ ഒരു ഉത്തരങ്ങൾ ഞാൻ ഇതിനകത്ത് പങ്കുവെച്ച എന്താണ്, വായിക്കുന്ന ആൾക്ക് ഉപകാരപ്പെട്ടെ. കുറച്ചും കൂടെ ധൈര്യം ഇതിൽ കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഒരു പൊളിറ്റിക്കൽ സൈഡിലോട്ടൊക്കെ നീങ്ങാനും ഒക്കെയുള്ള ധൈര്യം കാണുന്നുണ്ട്. നമുക്ക് വേറെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ഇമേജിനെയോ നമ്മുടെ ഒരു ഓറയെ കുറിച്ച് നമുക്ക് ചിന്തയൊന്നുമില്ല. നമ്മള് ശരിയെന്ന് തോന്നുന്നു, ഇത് പറയപ്പെടേണ്ടതാണ്, ഇത് ഉപകാരപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ചിന്തയിൽ എഴുതിയതാണ്. ഇനി അടുത്തത് വല്ല നോവലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. ഒരു 4 കൊല്ലം ഒക്കെ ചെലവാക്കി പുസ്തകങ്ങൾ എഴുതി. ഇപ്പോൾ പുസ്തകങ്ങളിൽ നിന്നുള്ള എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൈസ വേണമല്ലോ ഒരു മനുഷ്യന്. അപ്പം ഓരോരോ, ആദ്യം ഒരു MBA പഠിച്ച ആള്, പിന്നെ സെമിനാരിയിൽ പോകുന്നു, അതിനുശേഷം സെമിനാരി പഠിച്ചിട്ടാണ് MBA. ശരി, പിന്നെ അതിനുശേഷം ഒരു മാർക്കറ്റിംഗ് അല്ലെ, ഒരു ജോലി ചെയ്യുന്നു. പിന്നെ അതിനുശേഷം RJ ആയിട്ട് ചെയ്യുന്നു. പിന്നെ എഴുത്തുകാരനാകുന്നു, പബ്ലിക് സ്പീക്കർ ആവുന്നു. ഇനി എന്ന് അങ്ങനെ ചിന്തിക്കാറുണ്ടോ? കുറെ കാലം ചിന്തിച്ചിരുന്നു. എനിക്ക് സിനിമയ്ക്കൊക്കെ എഴുതുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കൊല്ലമായിട്ട് എനിക്ക് അതിനെ കുറിച്ച് ഒരു താല്പര്യം പോലും തോന്നുന്നില്ല. ഒരിടയ്ക്ക് തോന്നിയത് സിനിമ ഇങ്ങനെ എഴുതണം എന്നുള്ളതായിരുന്നു. നമുക്ക് ഒരാഴ്ചയിലൊക്കെ 7-8 പടങ്ങളൊക്കെയാണ് ഇറങ്ങുന്നത്. പടത്തിനൊന്നും ലോഞ്ചിവിറ്റി ഇല്ല. അതിങ്ങനെ ഒരു 2 ആഴ്ച അതങ്ങനെ നല്ല നോയ്സ് ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്ത്, പിന്നെ അടുത്തൊരു ഏഴെണ്ണം അങ്ങനെ വരികയാണ്. പിന്നെ ആളെ അതിന്റെ പിന്നാലെ. ഈ ബുക്കിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന്റെ ചരന്മാര് 7 കൊല്ലം മുമ്പ് എഴുതാണെങ്കിലും ഇപ്പോഴും ആരെങ്കിലും വന്നിട്ട് കുറെ അതിനെ കുറിച്ച് സംസാരിക്കും. എനിക്ക് അത് കിട്ടിയാൽ മതി. ഇങ്ങനെ ചിരിച്ച റേഷൻ കണക്ക് വല്ലപ്പോഴും കിട്ടി, റെഗുലർ ഇന്റർവെൽസിൽ കിട്ടുന്ന, ഒരു ഷോർട്ട് പീരീഡിൽ കിട്ടുന്ന ഒരു മാസീവ് ഇതിനേക്കാളും അതൊന്ന്. 2, എന്തോ ഒരു പെട്ടെന്നൊരു ആഗ്രഹം ഡൈ ഡൗൺ ആയി സിനിമയ്ക്ക് എഴുതണം എന്നുള്ളത്. എന്താണെന്നറിയില്ല, ചിലപ്പോൾ വീണ്ടും തിരിച്ചു വരുമായിരിക്കും. അപ്പൊ അതിലത് എനിക്ക് പിന്നെ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ഇമേജ് ഒക്കെ മാറ്റി മറിക്കാൻ. അല്ല, നമ്മള് ചെയ്തായിരുന്നു. ദുബായിൽ ഒരിക്കൽ ചെയ്തു. നമ്മളതൊരു എക്സ്പെരിമെന്റ് ബേസിൽ ചെയ്തതാണ്. പബ്ലിക് ടിക്കറ്റ്സ് വെച്ച് അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ദുബായില്. അത് കഴിഞ്ഞ് VIT വെല്ലൂര് ചെയ്തു. അവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ അവൈലബിൾ ഓൺലി ലൈവ് നമ്മളവിടെ മോട്ടോ, അതെന്താ കട്ട്സ് നമ്മൾ എങ്ങും ഇടില്ല, ലൈവായിട്ട് മാത്രമേ കൺസ്യൂം ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പോഴാണ് കൊറോണ വന്നത്. അത് വന്നപ്പോ പിന്നെ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നൊക്കെ മോട്ടിവേഷൻ ആയി പോയി. പിന്നെ നമ്മൾ മോട്ടിവേഷൻ സ്പീക്കർ. പിന്നെ ഇത് അങ്ങനെ ഒരു ടിക്കറ്റ് ഒക്കെ വെച്ച് തന്നെ നടത്തണമെന്നില്ല സ്റ്റാൻഡപ്പ് കോമഡിയൻ ആവാൻ. നമ്മൾ ഇപ്പോൾ ഒരു ടോക്ക് ഷോയ്ക്ക് നിങ്ങൾ ആരിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ശരിക്കും എന്നുള്ളത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നമ്മളെ വെറുക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടുണ്ടാവും. അവർക്ക് ഈ ടോക്ക് ഷോ ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ ഏറ്റവും ട്രാൻസ്പെറൻ്റ് ആവുന്ന അവിടെയാണ്. ഏറ്റവും ബിയോണ്ട് ലോജിക് ട്രാൻസ്പെറൻ്റ് ആവും. എൻ്റെ റിയൽ സെൽഫും കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൗണ്ടറുകളും അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു എന്റർടൈനിങ് പാക്കേജ് ആണ് ഇൻ ജനറൽ. ഞാൻ വിചാരിക്കുന്ന ഒരു 95% ആളുകൾക്കും ടോക്ക് ഷോ കഴിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടം തോന്നുമായിരിക്കും. ചിലപ്പോൾ മറ്റേത് വീഡിയോ ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ വെറുക്കുന്നവരുണ്ടാവും, ശബ്ദം ഇഷ്ടമില്ലാത്തവരുണ്ടാവും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ഫീഡ്ബാക്ക്, പുതിയ കുട്ടികൾ എഴുന്നേറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും കോളേജിലൊക്കെ. സ്ഥിരം കേൾക്കുന്ന ഒരു സാധനം, സാറിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, സാറിന്റെ ശബ്ദം കേൾക്കണേ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് നിർബന്ധിച്ചിട്ട് ഞാൻ വേറെ പണിയൊന്നുമില്ല, ഇവിടെ AC ഹോൾ ആയതുകൊണ്ട് വന്നിരുന്ന അങ്ങനെയൊക്കെ റെഗുലർ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ടോക്ക് ഷോയിലാണ് റിയൽ സെൽഫ് ഇരിക്കുന്നത്. ഇപ്പൊ വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു വാട്ട് നെക്സ്റ്റ് എന്നൊന്നും ഇപ്പം ഇല്ല. എങ്ങനെയൊക്കെ സൈഡിൽ കൂടെ പോവുക എന്നുള്ളതാണ്. എനിക്ക് ഒരിടയ്ക്ക് എനിക്ക് യൂട്യൂബിൽ ഇനി റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം. എവിടെ നമുക്കൊന്നിനും ഒരു കോണ്ടന്റ് ഡയറിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നാൽ. എല്ലായിടത്തും വീഡിയോ ആണ്, കോണ്ടന്റ് ആണ്. എന്നെ ചിലർക്ക് ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് എനിക്ക് ദേഷ്യമാണ് കേൾക്കുന്നത്. കോണ്ടന്റ് ക്രിയേറ്റർ, കാരണം നമ്മൾ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇവിടെ ഇടയ്ക്കൊരു വീഡിയോ ഇടുന്നു, പോകുന്നു, എന്തെങ്കിലും സ്പെസിഫിക് സാധനങ്ങളോ അങ്ങനെയൊന്നും. ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണ് എന്ന് പറയാൻ പറ്റുമോ? ഐഡന്റിറ്റി ക്രൈസിസ് ഇല്ല. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ബുക്കുകള് നമ്മുടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, നമ്മളെല്ലാവരും മിക്കവർക്കും പറയാൻ ഞാൻ എഴുതിയിട്ടുള്ള ബുക്ക് എഴുതുന്ന ഒരാളാണെന്ന്.
ഐഡന്റിറ്റി അവിടെ ഉണ്ട്. ഞാൻ റേഡിയോ ജാക്കി ആണെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ. ഇല്ല ഇപ്പൊ 2 വർഷമായിട്ടില്ല. പിന്നെ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ പല ഐഡന്റിറ്റി നമുക്ക് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, ഈ 4 ബുക്കുടെ ഫോട്ടോ വെച്ചിട്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ള തെളിവ് ഒരു വരി ഞാൻ എഴുതിയുണ്ടായിരുന്നു. ദാറ്റ്സ് ഇനഫ്. ഇപ്പൊ നിങ്ങൾ അതന്നെ എന്ന് വെച്ചാൽ നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഓരോ കൊടുമുടികൾ കീഴടക്കിക്കൊണ്ട് പോകുന്ന ഒരാൾക്ക് എപ്പോഴും ഇനി അടുത്തത് എന്ത് എന്നൊരു എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണാലിറ്റിയിൽ കാണും. അത് എന്തെങ്കിലും അടുത്തത് ചെയ്യണം എന്നുള്ളൊരു ത്വര, ഒരു ക്രിയേറ്റീവ്. പക്ഷെ വന്നത് ഞാൻ ഇത് കഴിയുമ്പോൾ അടുത്തത് ചിന്തിച്ചു വന്നതല്ല, ഒക്കെ വന്നു കയറുന്നതാണ്. ഞാനൊന്നും ആഗ്രഹിച്ചതല്ല. ഞാൻ റേഡിയോ ജോക്കാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഒരു വീഡിയോ വൈറലാവുന്നു, എന്നെ വിളിക്കുന്നു, അറിയാൻ താല്പര്യമുണ്ടോ നോക്കി ഞാൻ ആർജെ വന്നു. ആദ്യം കുറച്ച് ബ്ലോഗുകൾ വെറുതെ എഴുതി നോക്കി, ഒരു പുസ്തകമാക്കാന്ന് ചിന്തിക്കുന്നു, പുസ്തകമാവുന്നു. അത് ബെസ്റ്റ്സെല്ലറായി. ആഗ്രഹിച്ചതല്ല. പിന്നെ സിനിമയിൽ ഞാൻ പോയിട്ട് വിജയ് സുബ്രം പറഞ്ഞ ഞാൻ ചോദിച്ചതല്ല, എന്നെ ജിസ്റ്റോയി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു റോളുണ്ട്, ആസിഫിനൊപ്പം നടക്കുന്ന ഒരാളാണ്, താല്പര്യം ഉണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം താല്പര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ജിസ്റ്റോ ഇത് കമലതളമൊന്നുമല്ല, സിമ്പിൾ പരിപാടിയാണ്. അങ്ങനെ അഭിനയിച്ചാണ്. അങ്ങനെയാണ് എനിക്ക് ആക്ടർ എന്നുള്ള പേര് വരുന്നത്. എന്ത് ആക്ടർ, ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ കൊടിമുടികൾ കീഴടക്കുക, ഇപ്പൊ എവറസ്റ്റ് കീഴടക്കിയ ആൾക്ക് പിന്നെ കിളിമഞ്ചാറോ ഉണ്ട്, അല്ലെങ്കിൽ ചിലപ്പോ കാരഗോറൻ 2 ഉണ്ടാവും, ദനാലി ഉണ്ടാവും, ഇഷ്ടംപോലെ മലകൾ ഇങ്ങനെ കിടക്കുക അല്ലേ. അത് കീഴടക്കാൻ ആഗ്രഹമുള്ള ഒരാളുടെ നേച്ചറാണ്. അയാൾ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ആളുടെ പുസ്തകം വായിച്ചോളൂ. പക്ഷെ എനിക്കങ്ങനെ ഇനി അടുത്തത് നെക്സ്റ്റ് പാട്ട് എഴുതുന്ന ഒരാൾ അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു വെറുതെ ഇതിപ്പോ പ്രൊമോഷൻ ആയിരിക്കുമല്ലോ, ഇനിയിപ്പോ അടുത്ത പുസ്തകത്തിന്റെ പണിയിലോട്ടായിരിക്കുമോ? അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കൊരു ധാരണയില്ല. ഞാൻ പിന്നെ വരുന്ന ഒരു കൂട്ടുകാരോട് പറയുന്നതാ, ഞാൻ എന്റെ ഒടുക്കത്തെ ഒടുവിലത്തെ ഇന്റർവ്യൂ കൊടുക്കാൻ പോകുന്നത് എന്റെയാണ്, നിങ്ങളുടെ അല്ല. ഒടുവിലത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കാൻ പോകുന്നത്. എനിക്ക് മടുത്തി പരിപാടി, എല്ലാ നേരം സംസാരിച്ച്. അപ്പൊ അവൻ പറഞ്ഞ്, എടാ നീ എന്നൊരു ബ്രേക്ക് എടുക്കുക കുറച്ച് കാലത്തേക്ക്. എത്ര നീ ഇപ്പൊ പുസ്തകത്തിന്റെ പുറകിലായിരുന്നു, നിങ്ങൾ മരിച്ചൊന്നും പോയില്ലാട്ടെ, പേടിക്കണ്ട. ഞാൻ മരിക്കുന്നു, ഞാൻ മടി എന്നെ താൻ മരിക്കുമെന്നുള്ളു, എനിക്കതിന് പേടിയില്ല. അപ്പോ ഇന്റർവ്യൂ ഇത് വേണേ നമുക്ക് റീലാക്കിട്ടല്ലേ, ജോസഫ് ഒടുക്കത്തെ ഇന്റർവ്യൂ. അപ്പൊ എനിക്കത് ഞാൻ പറഞ്ഞടാ മടുത്തടാ സംസാരിച്ചിട്ട്, ഞാൻ കുറച്ചാൾ മിണ്ടാണ്ടിരുന്നാലോ, എന്തെങ്കിലും സൈഡിൽ കൂടെ എല്ലാ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക, എഴുതുക, അല്ലെങ്കിൽ ഒരു കുറെ പുസ്തകങ്ങൾ വായിക്കുക, കുറെ ഇൻഫോർമേഷൻ. ഇപ്പൊ ഒരു ഉറവയിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഉണ്ടാവുക, പറഞ്ഞാൽ ഈ ഉറവയും പറ്റും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റീഫിൽ ചെയ്തില്ലെങ്കിൽ നമ്മളിങ്ങനെ എം ടി നോയ്സ് ആയി മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനും 7 കൊടുമുടികൾ എന്നൊരു പുസ്തകം വായിച്ചെടുത്തു. മദർ മേരി കംസ് ടു മീ വായിച്ചെടുത്ത് ഒരാഴ്ച കൊണ്ട് വായിച്ചാണ്. ഇപ്പോ സീക്രട്ട് എന്ന പുസ്തകം 2ാമത് വായിച്ചുകൊണ്ടിരിക്കുന്നു. 4-ാം വിരൽ വിരിയുന്ന മായ എന്ന് പറഞ്ഞ വേറെ പുസ്തകം. റാൻഡ് കിട്ടുന്നതൊക്കെ ഇങ്ങനെ വായിച്ച് മാക്സിമം ഞാൻ ഇങ്ങനെ എന്റെ ഹൃദയം ബ്രെയിനും നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു സമയമായി കഴിയുമ്പോൾ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ഇതിന്റെ സീസൺ 2 എന്ന രീതിയിൽ വേണമെങ്കിൽ ചിലപ്പോൾ വരുമായിരിക്കും. ഒരു നോവല് മനസ്സിലുണ്ട്, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകവുമായി കണക്ട് ചെയ്തൊരു പുസ്തകം മനസ്സിലുണ്ട്. ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വീട്ടില്. ഞാൻ നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇപ്പൊ ഈ മദർ മേരി കംസ് നൈറ്റ് എന്ന് പറഞ്ഞു, അത് ഞാൻ റീസെന്റ് ആണ് ഞാനത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അല്ലെങ്കിലും പ്രിക്കാരിയുടെ പുസ്തകങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ പക്ഷേ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ അമ്മയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഒരു ടഫ് എക്സ്റ്റീരിയറും വന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറും ആണല്ലോ പൊതുവെ അമ്മമാർ. അപ്പം എനിക്ക് അമ്മയെ പറ്റി കുറച്ച് സംസാരിക്കണമെന്ന് തോന്നി. കാരണം 2 വിധത്തിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. ഒന്ന്, ഈ ആളുടെ പല ഡയലോഗുകളും ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഡയലോഗുകളാണ്. അത് മാത്രമല്ല, ഈ പലരും ജോസഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ആ അമ്മയിലൂടെയാണ്. അങ്ങനെ ഒരു അമ്മ വളർത്തിയ ഒരാളെന്നുള്ളത്. ഒന്ന് അമ്മയെ പറ്റി ഒന്ന് പറയുമോ? ഏറ്റവും പറഞ്ഞ മടുത്തിട്ടുള്ള അമ്മയെ കുറിച്ചാണെന്നാണ് എനിക്കും മടുത്തിട്ടില്ല. പക്ഷെ നമ്മള് കേൾക്കുന്ന ആളുകൾക്ക് ഇയാൾ സ്ഥിരം അമ്മയെ കുറിച്ച് തന്നെയാണെന്ന് പറയുന്നത്. അമ്മ ഇങ്ങനെ ഭയങ്കരമായ ഡയറക്ഷനിൽ ഇങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറഞ്ഞൊന്നും വളർത്തിയിട്ടുള്ള ഒരാളല്ല. ഈ 2 പേഴ്സണാലിറ്റികളുടെ നടുക്കാണ് നമ്മൾ വളർന്നത്. അപ്പൻ കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലീസിങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൻ്റെ നേച്ചറാണത്. അപ്പൻ അങ്ങനെ ആരെയും മുഖത്ത് നോക്കി നോ പറയാനോ ഒരു എതിർക്കാനോ ഒരാളായിട്ട് ശത്രുത ഉണ്ടാക്കാനോ ഇഷ്ടമുള്ള ഒരാളല്ല.
അമ്മ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. ആ സ്ട്രെയിറ്റ് ഫോർവേഡ് നേച്ചറിന്റെ ഭാഗമായി ശത്രുക്കൾ ഉണ്ടാവാം. അമ്മ ശത്രുവിനെ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അപ്പൊ ഈ അപ്പൻ ഒരുപാട് യാത്രകൾ നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ, അമ്മ വീട്ടിൽ ഒതുങ്ങാനിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പൻ സാമൂഹിക പ്രവർത്തകൻ, അമ്മ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റിന് നടുക്കാണ് നമ്മളൊക്കെ വളരുന്നത്. നല്ലതാന്ന് തോന്നുന്നു. എനിക്ക് ഫാദറിന്റെ ട്രീറ്റിംഗ് കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ സ്ട്രീറ്റ് ഫോർവേഡ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യം, എന്നിൽ എത്ര ശതമാനമാണ് എൻ്റെ അപ്പൻ, എത്ര ശതമാനമാണ് എൻ്റെ അമ്മ? ഇത് ഡിഫൈൻ ചെയ്യും. ഒരു സെൽഫ് അനാലിസിസ് ഒക്കെ നടത്തി നോക്കാവുന്നതാണ്. ഒരു കാലഘട്ടം വരെ എന്നിൽ ഒരു 70% എൻ്റെ അപ്പനായിരുന്നു, 30% മാത്രമായിരുന്നു അമ്മ. ഇപ്പൊ ഏതാണ്ട് ഒരു 50-50 ആണ് ശരിക്കും പറയാം. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ അതാ സംഭവിക്കണം. നമ്മളൊക്കെ നമ്മുടെ 50-ൽ എത്തുമ്പോൾ മനസ്സിലാവും നമ്മളെ ഏറെക്കുറെ അവിടെ അപ്പൻ അമ്മ തന്നെയാണ്. ഈ ജീൻ എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ. അപ്പൊ അമ്മ വളരെ, അമ്മയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ അമ്മയുടെ പേര് ചേർത്തുകൊണ്ടും അമ്മയെ കുറിച്ച് ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടും എല്ലാവരും വിചാരം എൻ്റെ അമ്മ മോഹൻലാലും ഞാൻ മോഹൻലാൽ, അമ്മ കവിയൂർ പൊന്നമ്മയാണെന്നാണ്. ഉണ്ണി പുട്ട് അങ്ങനെയല്ല. പല ഏരിയാസിലും ഇപ്പൊ എനിക്ക് അമ്മ അങ്ങനെ ഉറക്കെ സംസാരിക്കണമെന്ന് എനിക്ക് ഇഷ്ടം. ചിരിച്ചാൽ ഭയങ്കര ഷൗട്ട് ചെയ്യും. ചിലപ്പോൾ റോട്ടിൽ കൂടെ പിള്ളേർക്ക് നോക്കണ്ടാവും, എൻ്റെ അമ്മയൊന്നും എല്ലാം സംസാരിക്കും. അയലൊക്കത്തെ വീട് വെറുതെ അടക്കാണ്. പക്ഷെ ചിലപ്പോൾ വാടകക്കാർ വരും. അവിടത്തെ ചിലപ്പോൾ ഒരു പെൺകുട്ടി ഇതാ പുള്ളിക്കാരൻ്റെ വീടല്ലേ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണ അമ്മേനെ ഒച്ചയിട്ടനായിരിക്കും ചിലപ്പോൾ ആള് കേൾക്കണ്ടാവുക. അമ്മ ആണം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് എന്റെ വീട്ടിൽ എനിക്ക് സംസാരിക്കാം. അപ്പൊ അങ്ങനെ കോൺട്രാസ്റ്റുകളുണ്ട്. അപ്പൻ അങ്ങനെ ഇല്ല. എന്റെ ഒരു ഡെസിബലിന്റെ മുകളിൽ ശബ്ദം ഉയരാറില്ല. അത് നമുക്കൊരു തരത്തിലൊരു ആശ്വാസമാണ്. അപ്പോ അമ്മ പറയുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ നോട്ട് ഈസി ടു ആക്സെപ്റ്റ്. സ്ലോലി പക്ഷെ അതൊക്കെ ശരിയായിരുന്നു എന്ന് തോന്നിപ്പോവാറുണ്ട്. അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് കുറവുകളുണ്ട്. നമ്മളെപ്പോഴും കോപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അമ്മയിലും ഉണ്ട്, അപ്പനിലും ഉണ്ട്. My mother is not a perfect mother, but her imperfections are acceptable. അതാണ് എനിക്ക് അമ്മയെ കുറിച്ച് പറയാനുള്ളത്. ഭയങ്കര ലോജിക്കലായിട്ടാണ് എനിക്ക് തോന്നിയത്. ആളുടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആൾ വളരെ ലോജിക്കലാണ്. അപ്പം ഞാൻ ജോസഫിൽ കാണുന്ന, ഇപ്പോൾ നമ്മൾ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള എഴുത്തുകാരനെ പറ്റിയും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പം പുസ്തകത്തിൽ പലയിടത്തും ആദ്യം കണ്ണവന വർത്താനം പറയുന്നൊരു കുട്ടി, ക്ലാസ്സിലൊക്കെ തറുതല പറയുന്ന കുട്ടി, പക്ഷേ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു ഇൻട്രോവേർട്ടിൻ്റെ ഒരു രീതികൾ. പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഒരു പബ്ലിക് സ്പീക്കറും കൂടിയാണ്. ഇതെങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ? അപ്പം നിങ്ങൾക്ക് 2 പേഴ്സണാലിറ്റി തീർച്ചയായിട്ടും വേണം. എഴുതുന്ന സമയത്ത് നിങ്ങളൊരു അന്തർമുഖനും വളരെയധികം ചിന്തിക്കുന്നതും അങ്ങനത്തെ ഒരു മനുഷ്യനാവുകയും വേണം. എന്നാൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വരുമ്പോൾ നിങ്ങളൊരു വേറെ പേഴ്സണാലിറ്റി ആവും. അത് നടക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോധപൂർവമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ വിവാഹം കഴിച്ചിട്ട് 6 മാസമായിട്ടുള്ളൂ. ഭാര്യ എന്നെ വിളിക്കുന്നത് അന്യൻ അമ്പി റമ്മോട് എന്നാണ്. ചില നേരത്ത് ഞാനിങ്ങനെ ഇതൊന്നും അല്ലട്ടോ ജീവിതം, ഇതൊന്നല്ല ജീവിതം, ഈ വീഡിയോയും പരിപാടിയൊക്കെ കുറച്ചേരം വെറുതെ ഇരിക്കാൻ ഇപ്പൊ മറ്റേ ചെറിയ രീതിയിൽ അമ്പിയായി മാറുന്നുണ്ട്, ഒതുങ്ങുന്നുണ്ട്. പിന്നെ ആളെൻ്റെ കൂടെ സ്റ്റേജിൽ ടോക്ക് ഷോക്ക് വരുമ്പോ എന്തായിരുന്നു കാണിച്ചു കൂട്ടിയത്, നിങ്ങൾ അവിടെ കടന്ന് മറ്റേ അന്യം കളിയായിരുന്നു, നിങ്ങൾ ഭയങ്കര രസകരമായിട്ട് ഇങ്ങനെ. പിന്നെ ചില സമയത്ത് ഇങ്ങനെ റമ്മോപ്പൽ ഭയങ്കര ക്യൂട്ട് ഫണ്ണി അങ്ങനെ. ആ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇന്ന പോസിറ്റീവ് എനിക്കുണ്ടെന്ന് തോന്നി ചിലപ്പോൾ. അല്ല, അത് പക്ഷെ നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴാണല്ലോ ഒരു ഡിസോർഡർ എന്ന് പറയാം. പോസിറ്റീവായിട്ട് പറഞ്ഞാണ് എനിക്ക് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയുന്നതാണല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഇത്ര ചിന്തകൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം എന്നുള്ളതാണ്. ഞാൻ പണ്ടൊക്കെ എനിക്കുള്ള പരിപാടി ഞാൻ തിരി കത്തിച്ച് വെച്ചിട്ട് കുറച്ചേരം വെളിച്ചത്തിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കും. അമ്മയോട് പറയും, അമ്മ എന്നെ 1 അരമണിക്കൂർ എന്നെ വിളിക്കരുത്, ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് പറയും. തിരി കത്തിക്കും. കുറെ തന്നെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് അമ്മ ഇന്ന് തുടങ്ങി ഞാൻ കുറച്ചുകൂടി പറഞ്ഞ എൻ്റെ പുതിയ തീരുമാനങ്ങൾ പറയും. ഇതൊരു കാലഘട്ടത്തിൽ നടക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ തിരി എടുക്കുമ്പോൾ അപ്പം പറയും ഇളകി എന്ന് പറയും. തിരി തിപ്പിടുന്ന ഇളകി എൻട്രി എന്ന് പറയും. ഇങ്ങനെ ചിലപ്പോൾ പള്ളിയിൽ പോയിരിക്കും. പള്ളിയിൽ ആരും ഇല്ലാത്ത സമയത്ത് ഈ വിശുദ്ധന്മാരുടെ ഒക്കെ ഒന്ന് തൊട്ടുപത്താൻ ന്യൂരിറ്റിയില്ലാത്ത വിശുദ്ധന്മാരൊക്കെ വെറുതെ ഒരു പള്ളിയിലാണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയിരിക്കണം. അപ്പൊ നമ്മൾ ആ നേരത്തെ അവിടെ പോയി പലപ്പോഴും ആലോചിക്കാറുണ്ട്. അല്ലേ
ഞങ്ങളുടെ ഇവിടെ അന്തോണി സുണ്ണിയാളുടെ ഒരു രൂപം ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രദർശനമാണ്. എല്ലാവരും തൊടാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത്. ഞങ്ങൾ ഫുട്ബോൾ ചെയ്യുന്ന ഗ്രൗണ്ടിന്റെ പുറകിൽ എന്താ വെച്ചാൽ മടക്കി വെച്ചേക്കാം. വ്യത്യാസം നമ്മളീ വളർത്ത് കളിച്ചിട്ട് അവര് ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാൻ പറയാം പള്ളിയിൽ പോയിരിക്കാന്ന് പറയും. പക്ഷെ ആ പള്ളിയിൽ പോയിരിക്കുന്ന 30 മിനിറ്റ് എനിക്ക് ഉപകാരമുണ്ട്. വന്നു എന്റെ അപ്പനമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ എഴുത്തുകാരനായി കഴിഞ്ഞപ്പോ, ഞാൻ ഇങ്ങനെ പബ്ലിക് സ്പീക്കറായി കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇതൊക്കെ അവന്റെ അന്വേഷണമായിരുന്നു. സെർച്ചിങ് സംതിങ്. അതൊരിക്കലും അവന്റെ അതാണ് ഇപ്പൊ എന്നെ ഞാനാക്കിയിട്ടുള്ളത്. എന്റെ കൺഫ്യൂഷൻസ് കുറച്ചേരം ഒന്ന് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാം, ഇന്നോട് ഈ പുതിയൊരു മനുഷ്യനാണെന്ന് തീരുമാനിക്കാം, വീണ്ടും കുറ്റബോധത്തിലോട്ട് വീഴുന്നു, അല്ലെങ്കിൽ വീണ്ടും മടിയിലോട്ട് വീഴുന്നു, അന്നൊരു പുസ്തകം എടുത്ത് വായിച്ചു തുടങ്ങാം, നീ അച്ഛനെ പോയി കണ്ടാലോ, അല്ലെങ്കിൽ ഇന്നൊരു കൂട്ടുകാരനെ കണ്ടാലോ, അവരോട് കുറച്ചേരം കേട്ടോ, അവനോട് ഇത് പറഞ്ഞാലോ, ഇങ്ങനെ അന്വേഷിച്ചും വീണും എഴുന്നേറ്റൊക്കെ ഐ വാസ് ബീങ് ഫോംഡ്. അപ്പൊ അതിൽ നിന്നാണ് നമ്മളൊക്കെ ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇതെനിക്കൊരു ഇറ്റ് സ്റ്റിൽ വിത്ത് മീ. ഇപ്പൊ അമ്മയ്ക്ക് അപ്പനത് കൃത്യം അമ്മ ഒരിക്കലും ഡിസ്റെസ്പെക്ട് ചെയ്യില്ല. ഇപ്പൊ ഞാൻ അമ്മയെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. ഓക്കേടാ, അമ്മയ്ക്കറിയാം അവനത് എന്ത് ഉപകാരം അവിടെ നിന്ന് തിരികെത്തിച്ചാണ്ടിരിക്കുമ്പോൾ അവന് കിട്ടുന്നുണ്ട്. ഇപ്പൊ വൈഫിനോട് ഞാൻ പറയുമ്പോ അവള് ഞാൻ യോഗിക് ലൈനിലോട്ട് പോയാലോ കുറച്ച് പൊക്കോ, അത് ആക്ച്വലി ഇറ്റ്സ് ഹെൽപ്പിങ്. നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഇങ്ങനത്തെ ചില സ്വിങ്ങുകൾ അക്കോമഡേറ്റ് ചെയ്യാൻ കിടന്നൊരു മനുഷ്യൻ ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ അങ്ങനെ ചിന്തിക്കണേ, ഇന്നലെ നീ ഇങ്ങനെയല്ലേ ചിന്തിച്ചേ, കുറ്റപ്പെടുത്താണ്ട് എന്തോ അവൻ ഹീസ് ട്രാവലിംഗ്, എന്തോ ഒരു മറ്റൊരു സ്റ്റേജിലേക്ക് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ നടന്നു നീ ത്രൂ ഔട്ട്. ഞാൻ വേറെ കാര്യം ജോസഫിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചത്, പല ചേഞ്ചസും കാണുന്നുണ്ടെങ്കിലും ജോസഫ് ത്രൂ ഔട്ട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യനാണ്. അത് ആദ്യത്തെ പുസ്തകം തൊട്ടേ നമുക്കത് കാണാം. ബ്രദറിനും ബ്രദറിന്റെ ഫ്രണ്ട്സുമായിട്ടുള്ളൂ ഒക്കെ. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണോ അതോ കുടുംബത്തിൽ പറഞ്ഞു വന്നിട്ടുള്ളതാണോ? ഗ്രാറ്റിറ്റ്യൂഡിനും സ്പിരിച്വാലിറ്റിയും എന്റെ ദൈവവിശ്വാസം തമ്മിൽ ബന്ധമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് പ്യൂർ ഹ്യൂമൻ ട്രേറ്റ് ആണ്. അതെ, പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞാൽ അറിയില്ല. നമുക്ക് ഇപ്പൊ എനിക്കൊരു പേന എന്റെ നിലത്ത് വീണത് എനിക്ക് ഒരാൾ എടുത്തു തന്നാൽ പോലും എനിക്ക് അയാളുടെ നന്ദിയാണ്, താങ്ക് യു എന്ന് പറയാറുണ്ട് ഞാൻ. പെട്രോൾ പമ്പിൽ ഇപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോൾ, പെട്രോൾ അടിച്ചു കഴിയുമ്പോൾ താങ്ക്സ് ചേട്ടാ എന്ന് പറഞ്ഞു പോകാറുണ്ട്. അതൊരു ഓവർ ഹ്യൂമിലിറ്റി ഒന്നും അല്ല. അതെന്തോ അങ്ങനെ ഒരു ഒരുപാട് പേരിൽ നിന്ന്, ഒരുപാട് പേരുടെ സഹായം കൊണ്ട് മാത്രം ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ നല്ല സുഹൃത്തുക്കളും എൻ്റെ ഗുരുക്കന്മാരും ഇല്ലെങ്കിൽ ഞാനില്ല. എൻ്റെ അപ്പനമ്മയെ എനിക്ക് അനുവദിച്ചുള്ള എൻ്റെ മൂഡ് സ്വിങ്ങുകളിൽ, എൻ്റെ അന്വേഷണങ്ങളിൽ അവർ കൂടെ തന്നെ നിന്നുകൊണ്ട് ഞാനുണ്ടായി. ഞാനിപ്പോഴും നിലനിൽക്കുന്നു. യൂണിവേഴ്സിറ്റിയോട് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഞാനെടുത്ത ചില സെമിനാറിൽ പോയി പെട്ടെന്ന് തിരിച്ചു പോന്നു. MBAക്ക് ഇന്റർണൽ പോലും പാസ് കൊണ്ട് തോറ്റു, ജോലി പെട്ടെന്ന് രാജിവെച്ചു, ഒരു പുസ്തകം 2 പേര് എഴുതാൻ തീരുമാനിക്കുന്നു. ഒക്കെ റാൻഡം ഡിസിഷൻസ് ആണ്. ഭയങ്കരമായ ലോജിക്ക് പോലും പലതിനും ഇല്ല. പക്ഷെ അത് എല്ലാം കൾമിനേറ്റ് ചെയ്ത് നല്ലതിനകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലാണ്ട് വേറെ എന്താ ചെയ്യാം? പൊതുവെ നമ്മുടെ നാട്ടില് ഈ താങ്ക് യു പറയലൊക്കെ ഇപ്പൊ ആണ് കണ്ടു തുടങ്ങിയത്. പുറം നാട്ടിലൊക്കെ ഇത് പൊതുവെ കാണാൻ ഒരു വാതിലൊക്കെ തുറന്ന ഒരു താങ്ക് യു ഒക്കെ പറയും. എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇതൊക്കെ ശീലിച്ചിട്ട് വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് വാതിൽ തുറന്നു കൊടുത്തു. അപ്പം അവന് സല്യൂട്ട് അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു കൾച്ചറൽ ഷിഫ്റ്റ് ആണല്ലോ. അപ്പം ഒരു കൾച്ചറിൽ, നമ്മുടെ കൾച്ചറിൽ അതില്ല അങ്ങനെ നന്ദി പറയുന്ന ഒരു. പുറത്തൊക്കെ അങ്ങനെയാണ്. ഇവിടെ എന്തിനാണ് നന്ദിയൊക്കെ പറയുന്നതൊക്കെയാണ് പറയുന്നത്. ഞാൻ എൻ്റെ ചില ഫ്രണ്ട്സിനോട് ഈ നന്ദി എൻ്റെ സ്നേഹമാണ്, ഞാൻ താങ്ക് യു പറയുമ്പോൾ ഓവർ ആക്കണ്ട, നീ ആ താങ്ക് യുനായിട്ട് സ്വീകരിച്ചാൽ മതി. എന്നോട് എന്തിനാ താങ്ക് യു ഒക്കെ പറയുന്നത്? അത് ഇവിടെ അത് എൻ്റെ ഉള്ളിലെ സ്നേഹം എങ്ങനെയാണെങ്കിൽ പറയാം, ഐ മീൻ ഇറ്റ്. അത് എൻ്റെ വീട്ടിൽ അങ്ങനെയാണ്. ഇപ്പം അപ്പനും എന്തിന് എടി ആ അപ്പൻ പറയണം ആ മരുന്ന് എടുത്ത് തന്നെ, കണ്ണിൽ തുള്ളി മരുന്ന് ഒഴിച്ച് കഴിയുമ്പോൾ താങ്ക് യു അത് പറയുന്നൊരു നേച്ചർ ഉണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നിയത്. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. എനിക്കൊരു ക്യൂരിയോസിറ്റി ഉള്ളൊരു കാര്യം, ഈ പുസ്തകത്തിൽ ആദ്യം തൊട്ട് ഈ ബറീഡ് തോട്ട്സിലാണ് ഒരു കൺഫെഷൻസും ഒരു അവനവനെ വിമർശിക്കുന്ന ഒരു സീരീസ് തന്നെ ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് ടെംപ്റ്റേഷൻ, ഒരു ഭാഗത്ത് ചെയ്ത് ഫെസ്റ്റിനൊക്കെ പോയി കള്ളം പറഞ്ഞതിൻ്റെ കഥകൾ. ഭയങ്കര സെൽഫ് ക്രിട്ടിക്കലാണ് അന്ന് തന്നെ. അന്ന് എത്ര വയസ്സുണ്ടാവും? ഇത് 24-25 വയസ്സിലൊക്കെ, അതും എഴുതി 4 പേരെ കാണിക്കുന്നത്. പക്ഷെ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ട് ഈ പുറത്ത്
ഇതിൽ എന്ത് പോകണം എന്ത് പോകണ്ട എന്ന് തീരുമാനിക്കുന്ന ഫൈനൽ അതോറിറ്റി ആരാണ്? അത് ഞാൻ തന്നെയാണ്. അപ്പം എല്ലാവരും ചെയ്ത് പുറത്ത് പറയരുതെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പാർട്ട് നിങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതെ, എന്നുവെച്ചാൽ നമ്മളിത് ഇപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഒക്കെ വായിക്കുന്നവരിൽ അപ്പനും അമ്മയൊക്കെ തന്നെ ഉണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ചിലരൊന്ന് റീതിങ്ക് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതല്ലാണ്ട് ഇത് ഒരെണ്ണം സംഭവിച്ചാൽ ഇപ്പോൾ ഈ പുതിയ ബുക്കിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനൊന്ന് അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞത് സ്പിരിച്വാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ല, സെക്കുലർ സബ്ജക്റ്റാണ്. പുള്ളിയോട് അതിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. നിനക്ക് കുറച്ചുകൂടി പ്രായം കഴിയുമ്പോൾ നിനക്ക് നീ റിഗ്രറ്റ് ചെയ്യും ചാപ്റ്ററിനെ അർത്ഥം. അപ്പോൾ അത് ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. എപ്പോഴും ഡ്രാഫ്റ്റ് കിടക്കുന്നുണ്ട്. അതല്ലാതെ ഫൈനൽ ഡിസിഷൻ എൻ്റെ തന്നെയാണ് എന്ത് വെക്കണം. ഇപ്പോൾ കവർ ഡിസൈൻ പോലും ഞാൻ കൂട്ടുകാരോട് ചോദിച്ചാൽ എനിക്ക് അപ്രൂവൽ ആയാലാണ് ഞാൻ കവർ അപ്രൂവ് ചെയ്യുള്ളൂ. ബേസിക്കലി നമ്മൾ ഈ മൊറാലിറ്റി, മോറൽസ് എന്ന വാക്കുകൾ തന്നെ ഒരു മിസ്അണ്ടർസ്റ്റുഡ് വേർഡായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതായത് മോറൽ എന്ന് പറഞ്ഞാൽ പൊതുവെ വാട്ട് ഈസ് ഗുഡ് ഫോർ യു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഒരു വാട്ട് ഈസ് മോറൽ ഈസ് വാട്ട് ഈസ് ഗുഡ് ഫോർ യു. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളതിനെ പറ്റിയൊരു ജോസഫിനൊരു എന്തെങ്കിലും ഒരു ഷോർട്ട് സമ്മറി ഉണ്ടോ? നമ്മളൊരു സാമൂഹിക ജീവിതത്തിൽ സമൂഹത്തിൽ ആളായിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോഎക്സിസ്റ്റ് ചെയ്യാൻ, സമാധാനപൂർവ്വം സന്തോഷപൂർവ്വം കോഎക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട ചില വിട്ടുവീഴ്ചകളും ചെയ്യേണ്ട ചില കാര്യങ്ങളിലെ സമ്മറിയാണ് ഈ മോറൽസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് എക്സാമ്പിൾ വീടാണ്. ഒരു വീട്ടിൽ ഇപ്പോൾ അമ്മ പറയാണ്, എൻ്റെ അമ്മ എന്നോട് പറയുന്നത് എനിക്ക് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രാത്രി സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൈകി വന്നാൽ എൻ്റെ ഉറക്കം പോകും, നീ വരാണ്ട് എനിക്ക് ഉറങ്ങാനും പറ്റില്ല. കഴിയുമെങ്കിൽ നീ ഒരു 5:30 വടക്ക് പിടിച്ചിട്ട് 8-9 മണിക്കുള്ളിൽ വീടെത്തണം. ഉറക്കം ഇങ്ങനെ ഉറക്കരുത്, എനിക്ക് പിന്നെ ഇയർ ബാലൻസ് ഇഷ്യൂ വരും, ഉറക്കം ഭയങ്കര തലകറക്കമൊക്കെ വരും. എൻ്റെ ശരി എന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാരെ പഠിച്ചു പൊളിക്കുക, രാത്രി സിനിമയ്ക്ക് പോവുക, ഒരു നൈറ്റ് ഡ്രൈവ്, കട്ടൻ ചായ കുടിച്ചിട്ട് 1 മണി 2 മണിയാവുക, എന്നറിയാമോ അറ്റ്ലീസ്റ്റ് 12:30 ഇങ്ങനെ വീട്ടിൽ കയറുക. അതാണ് എൻ്റെ ഫൺ. നമ്മൾ തീരുമാനിക്കുകയാണ് അമ്മയല്ലേ, അവരുടെ ഉറക്കം പോയ പിന്നെ അതിന് വേറെ വയ്യാവലികളൊക്കെയാണ്. കട്ടൻ ചായ അല്ലാണ്ടും കുടിക്കാം, സിനിമ കുറച്ച് നേരത്തെ കാണാം. ഞാൻ ആ ഡിസിഷൻ എടുക്കുന്നത് എൻ്റെ ഒരു മോറലി ഞാൻ എടുക്കുന്ന തീരുമാനമാണ് മദറിന് വേണ്ടി. അപ്പം അമ്മ പറയാണ്, നീ ഇടയ്ക്കൊക്കെ പോകും, മാസത്തിലൊരു 2 തവണയൊക്കെ പോകുമോ, ഇത് സ്ഥിരാക്കല്ലേ എന്ന് അമ്മ തീരുമാനിക്കുന്നതാണ് അമ്മയുടെ ഒരു മോറൽ സൈഡ്. ബി കോഎക്സിസ്റ്റ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ സമൂഹമായിട്ടൊക്കെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ട. ഇപ്പോൾ എനിക്ക് തുപ്പാൻ തോന്നി, ഞാൻ റോട്ടിൽ കറക്കി തുപ്പി, എനിക്ക് തുപ്പാൻ തോന്നി വേറെ എവിടെ ഞാൻ തുപ്പും, അതെൻ്റെ ശരിയാണ്. പക്ഷെ ഒരുപാട് മനുഷ്യർ പോകുന്നൊരു വഴി, ഞാൻ വേറെ എന്തെങ്കിലും ഒരു ടിഷ്യൂ പേപ്പർ വണ്ടിയിലുണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കവർ അത് എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ മൊറാലിറ്റി മോശം കാര്യമൊന്നുമല്ല. കോഎക്സിസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളും വേണ്ടാന്ന് വെക്കേണ്ട ചില കാര്യങ്ങളുമാണ് മൊറാലിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പൊതുവെ ഏറ്റവും ആളുകൾ മൊറാലിറ്റി പലരുടെയും ഡെഫിനിഷൻ പലതാണ്. പൊതുവെ നേരത്തെ പലരും പറയുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ മൈത്രേനുമായിട്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നൊരു മൊറാലിറ്റിയും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സമൂഹം മൊത്തത്തിൽ എഗ്രി ചെയ്യുന്നൊരു മൊറാലിറ്റിയും രണ്ടും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? അതായത് പല കാര്യങ്ങളും ഇങ്ങനെ സമൂഹത്തിന് വേണ്ടി ഒരു മനുഷ്യൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണല്ലോ ഈ പറയുന്നത്. അപ്പം അതിൻ്റെ ലിമിറ്റ്സ് ഓരോ സമൂഹവും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പല രീതിയിലാണ് അത് വെക്കുന്നത്. അപ്പം അങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, ഈ ബാലൻസ് എന്നുള്ളൊരു വാക്ക് ഭയങ്കര പവർഫുൾ വാക്കാണ്. സ്ട്രൈക്ക് ദ റൈറ്റ് ബാലൻസ്. ടു എക്സ്ട്രീംസ് വിൽ കിൽ യു. എക്സ്ട്രീം ഭക്തി നിങ്ങൾ കൊന്നുകളയുള്ളൂ, എക്സ്ട്രീം അന്ധവിശ്വാസം എല്ലാത്തിനോട് ഇതിങ്ങനെ നല്ല നിഷേധഭാവവും നിങ്ങൾ ഇല്ലാണ്ടാക്കുള്ളൂ. നമുക്കൊരു ബാലൻസിനെ ചിലർ വിളിക്കുന്നത് കോംപ്രമൈസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ കാണാം. നമ്മൾ എന്തൊരു സാധനം എടുത്താലും, ഗ്രീൻ ടീയുടെ അഡ്വാൻറ്റേജസ് കൊടുത്താൽ ഒരു ലോഡ് അഡ്വാൻറ്റേജസ് നിങ്ങൾ ഗൂഗിളിൽ കിട്ടും. നിങ്ങൾ ജെമിനോട് ചോദിക്കുക ഗ്രീൻ ടീയുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഒരു ലോഡ് ഡിസഡ്വാൻറ്റേജസ് കിട്ടും. അപ്പം നമ്മളിത് ശരിയായ അളവിൽ കൺസ്യൂം ചെയ്യും. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം, ചിലവർ 7 ലിറ്റർ കുടിക്കണം, അപകടമാണ്. നമ്മളൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു മാക്സിമം 3 ലിറ്റർ 3-3.5
അതിങ്ങനെ ഒറ്റയടിക്ക് കുടിക്കാണ്ട് സിപ്പി സിപ്പ് ചെയ്ത് കുടിക്കുന്നതാണ്. ഇപ്പം 3 ലിറ്റർ കൂടി ഒറ്റ കുടിക്കലാണോ സിപ്പി സിപ്പ് ചെയ്ത് ബാലൻസ് ആയിട്ട് കുടിക്കുന്നതാണ്. ഇപ്പം ഈ സ്ട്രൈക്ക് ദ റൈറ്റ് ബാലൻസ് ആണ്. നമ്മുടെ വിശ്വാസം ഭയങ്കര ശരി എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. എൻ്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് പുള്ളി പറഞ്ഞത് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. രക്ഷിക്കട്ടെ, എനിക്ക് എന്നോട് വലിയ താല്പര്യമില്ലെന്നാണ്. അപ്പം എനിക്ക് ആ ബാലൻസിലാണ് കാര്യങ്ങൾ ഓടുന്നതെന്നാണ്. ഏത് കാര്യത്തിലും ഒരു ടു എക്സ്ട്രീംസ് ടേക്ക് ദ ഗോൾഡൻ മിഡിൽ. ഒരു ഈ പറയില്ലേ ഒരു മോറൽ പോലീസിംഗ് എന്നൊക്കെ പറയില്ലേ, ഒരു വ്യക്തി സ്വമേധയ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ സമൂഹം കുറച്ചൊക്കെ ഒരു പോലീസിങ് നടത്തുമല്ലോ. നമ്മുടെ നാട്ടിൽ കുറച്ച് കൂടുതലുണ്ട്. സമൂഹം അത് രാജ്യമാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഒക്കെ പലതും. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ, ഇപ്പോൾ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം എടുത്ത് നോക്കിയാൽ ഒരു വളരെ ലിബറലൈസ്ഡ് ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കുട്ടികൾ ഈ എന്താ പറയണേ സെക്ഷൽ മൊറാലിറ്റി തന്നെ വളരെ ഡിബേറ്റഡ് ആണ് ഇപ്പോൾ. അങ്ങനെ കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പേരൻസ്, അത് എല്ലാ കാലത്തും ഉള്ളൊരു കാര്യമാണല്ലോ. അവിടെ എന്ത് ബാലൻസ് ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്? ഫ്രണ്ട്ഷിപ്പിൻ്റെ ലിമിറ്റ്സിലും ലൈംഗികതയുടെ ലിമിറ്റ്സിലും പ്രീ മാരിറ്റൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്സ്, ഇതൊക്കെയാണല്ലോ പൊതുവെ ഏറ്റവും കൂടുതൽ പോലീസ് ചെയ്യപ്പെടുന്ന ഒരു മോറൽ ബിഹേവിയർ. നമുക്ക് പലപ്പോഴും തോന്നും ഇതിൽ വേറൊരാൾക്ക് എന്ത് കാര്യം എന്ന് പലർക്കും തോന്നും. പക്ഷെ സമൂഹത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതും. അപ്പൊ അതിൽ നമ്മൾ എന്ത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും? ഒരു ഫേമസ് പ്രോവർബ് ഉണ്ടല്ലോ, ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് ദ മാൻ. ഒരു പുരുഷൻ എന്തായിത്തീരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തായിത്തീരുന്നു ഡിസൈഡ് ചെയ്യപ്പെടുന്ന അവൻ്റെ ചൈൽഡ്ഹുഡിലാണ്. നമുക്ക് കൃത്യമായ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് സോഷ്യൽ മീഡിയ 5ാം ക്ലാസ് വരെ ബാൻ ചെയ്തിരിക്കുകയാണ് കുട്ടികൾക്ക്. അത് അവരെടുക്കുന്ന ഒരു റൈറ്റ്, ഒരു തീരുമാനമാണ്. ഡെഫിനറ്റ്ലി അത് അവിടെയുള്ള കുട്ടികളുടെ ഒരു ഫോർമേഷനിൽ അത് ബാധിക്കാനും സഹായിക്കാനും ഒരുപാട് സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇപ്പം നമ്മൾ ഗവൺമെന്റ് എടുക്കുന്ന ചില നിലപാടുകൾ അത് സ്വാഭാവികമായിട്ടും ഗ്രാസ് റൂട്ട് ലെവലിൽ അതിന് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, സെക്സ് എഡ്യൂക്കേഷൻ, ഞാൻ ഓസ്ട്രേലിയയിലാണ് ചേട്ടൻ്റെ പിള്ളേരൊക്കെ പഠിക്കുന്നത്. അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഏറ്റവും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കൊരു അവാർഡുണ്ട്. കുട്ടികൾ ഏറ്റവും എല്ലാവർക്കും നന്നായിട്ട് ചെയർ ചെയ്യുന്ന, ആര് പെർഫോം ചെയ്യുമ്പോഴും ഏറ്റവും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്ക് അവാർഡുണ്ട്. ഏറ്റവും സ്മാർട്ടായിട്ടുള്ള അവാർഡുണ്ട്, ഏറ്റവും പഠിക്കുന്ന ആൾക്ക് അവാർഡുണ്ട്, സ്പോർട്സ് പേഴ്സൺ അവാർഡുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ടാലൻറ്റുകൾ റെക്കഗ്നൈസ് ചെയ്യുന്ന പരിപാടി അവിടെ നിന്ന് ചൈൽഡ്ഹുഡിൽ ആരംഭിക്കുന്നുണ്ട്. അവരാദ്യം പഠിപ്പിക്കുന്നത് അപ്പച്ചൻ്റെ ഫോൺ നമ്പർ കാണാപ്പാടം പഠിക്കാനാണ്, അമ്മയുടെ ഫോൺ നമ്പർ. ഒരു ഷോപ്പിംഗ് മാളിൽ അവരെ കൊണ്ട് ഒരു ദിവസം ടൂർ നടത്തിച്ചിട്ട് പറയും യൂണിഫോം ഇട്ടവരെ ശ്രദ്ധിക്കുക, ഇതിന് കംപ്ലൈൻറ്റ് വന്നാൽ ബ്ലൂ യൂണിഫോം ഉള്ള ആളുടെ അടുത്താണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു നമ്മൾക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സിസ്റ്റം. ഓസ്ട്രേലിയ ചേട്ടൻ്റെ കൊച്ചി ഇവിടെ നാട്ടിലൊന്ന് വണ്ടി ഇരിക്കുമ്പോൾ ബാക്കിൽ കയറിയാലും സീറ്റ് ബെൽറ്റ് ഇടും. പോലീസിനെ പിടിച്ചിട്ടില്ല, സേഫ്റ്റിക്കാണ്. നമ്മളിവിടെ എങ്ങനെയാ സീറ്റ് ബെൽറ്റ് ഇടാ, അവിടെ പോലീസ് ഇല്ല. നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ് സീറ്റ് ബെൽറ്റ്. ഇറ്റ്സ് അപ്പോൾ ഈ സൊസൈറ്റി എന്ന് പറയുന്നത് ഗവൺമെന്റ്, സ്കൂൾ സിസ്റ്റം, ഇതിലൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. മുതിർന്ന ഒരാളെ തിരുത്താൻ എളുപ്പമല്ല. ചെറുപ്പത്തിലെ കുട്ടികളെ, ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട് ആൽബിൻ, അവൻ്റെ 2ാമത്തെ കുട്ടിയുടെ ബാപ്റ്റിസം ഡേയുടെ എന്ന സെലിബ്രേഷന് പോകുന്നിടത്ത് അവൻ്റെ മൂത്ത മോളുണ്ട് ഇസബൽ എന്നാണ്. അപ്പം ഞങ്ങളിങ്ങനെ, ഞാൻ അവൾക്ക് വേണ്ടി ഒരു ടോയ് വാങ്ങിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവളുടെ ഒപ്പം വേറൊരു കൂട്ടുകാരി കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത്, ഡിഡ് യു ബൈ സംതിങ് ഫോർ ഹെയർ, അത് ഷി വിൽ ഫീൽ സാഡ് എന്നോട് പറയാണ്. കാരണം ഐ എം സോറി. അപ്പോൾ ഞാൻ കാര്യം വിചാരിച്ചു കൊണ്ട് എൻ്റെ അമ്മയുടെ വേഗം കൊണ്ട് കൊടുക്കാം, അവൾ കാണുന്നേക്കാളും മുമ്പ്. ഒന്ന് ആലോചിച്ചു നോക്കി, അത് അവൾ പഠിച്ചത് അവൾക്ക് ഖത്തറിൽ കിട്ടിയ നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. എനിക്ക് മാത്രമായിട്ട് കിട്ടുമ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് സങ്കടം ഉണ്ടാവുന്ന അവൾ മൊറാലിറ്റി പഠിപ്പിച്ചോ മതം പഠിപ്പിച്ചതോ അല്ല. അപ്പം എനിക്കൊന്ന് സിസ്റ്റം, നമ്മുടെ സിസ്റ്റം എന്ന് നന്നാവും നമുക്ക് അറിഞ്ഞൂടാ. ചെയ്യാൻ പറ്റും നമ്മുടെ വീട്ടിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്, കിട്ടിയ ഷെയർ ചെയ്യുക. അപ്പോൾ ഒരുപാട് സൈഡിൽ നിന്നുള്ള എഫേർട്ടാണ്
ഒരു കുട്ടിയുടെ ഫോർമേഷൻ. ഒരു ഭൂമിയിൽ ജനിക്കുക എന്നുള്ളത് ഒരിക്കൽ പോലെ കൊച്ചിൻ്റെ തീരുമാനമല്ലെന്നേ. ഞാൻ ഒരിക്കലും ജെൻസി കുറ്റം പറയുന്ന ഒരാളല്ല. ആരാണ് അവർക്ക് ജന്മം കൊടുത്ത്? അവർക്ക് വളരാൻ പറ്റിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ് ഈ ഭൂമി അല്ല. സോ യു ഹാവ് ടു ക്രിയേറ്റ് ബെറ്റർ എൻവയോൺമെന്റ് ഫോർ ദം. അറ്റ്ലീസ്റ്റ് their immediate environment should be good. Which is their immediate environment? School, house, neighborhood. ഇവിടെയൊക്കെ നമുക്ക് റിവർ ചില പഞ്ചായത്തിലുണ്ട്, അവിടെ പ്ലാസ്റ്റിക് കൊണ്ടിടാൻ വേണ്ടി ഒരു സ്ഥലം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ മനുഷ്യൻ്റെ എഫേർട്ടാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാൽ പഞ്ചായത്ത് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഈ മൊറാലിറ്റി ഇതൊക്കെ ഡിപ്പെൻഡ് ആയി കുറേ പേരുടെ എഫേർട്ടുകളിലാണ്. ഭയങ്കരമായ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആണെന്നുള്ളതോ സ്പിരിച്വൽ മൊറാലിറ്റി ആണോ, ഇതിൻ്റെ ഒരു കൾമിനേഷൻ. യു ടേക്ക് ദ ബെസ്റ്റ്. ആ കൊച്ച് എന്ത് മതം പഠിച്ചിട്ടാണ് കൂട്ടുകാരന് ടോയ് ഉണ്ടോയെന്ന് ചോദിച്ചത്? എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിയമം അറിഞ്ഞിട്ടാണ്. അവളെ പഠിപ്പിച്ച ടീച്ചറുടെ മെറിറ്റാണത്. അവളുടെ ടീച്ചർ എങ്ങനെയാണ് അവളെ പഠിപ്പിച്ച് ആ കരിക്കുലം ഡിസൈഡ് ചെയ്ത ടീമിൻ്റെ മെറിറ്റാണത്, സ്കൂളിൻ്റെ മെറിറ്റാണ്. പക്ഷെ ഒരു നമ്മുടെ നാട്ടിൽ നമ്മൾ പലരോടും ചർച്ച ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ ഓൾറെഡി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണല്ലോ ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മൊറാലിറ്റി അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മൊറാലിറ്റി അതല്ലേ ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. പെട്ടെന്നൊരു ദിവസം ഇതൊന്നും മാറാനും പോകുന്നില്ല. പക്ഷെ മാറണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന് ഒരു വിഷൻ ഉണ്ടാവണമല്ലോ. ഇന്ന് മാറേണ്ടത് എന്താണ്? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അവനവൻ്റെ ആവശ്യമാണെന്നും ഹെൽമെറ്റ് ഇടുന്നത് അവനവൻ്റെ ആവശ്യമാണെന്നുമുള്ള ഒരു എഡ്യൂക്കേഷനൊക്കെ പൊതുവെ ഗവൺമെൻറ്റൊക്കെ കുറച്ചെങ്കിലും ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടെ പേഴ്സണൽ സ്പേസസിലോട്ട് വരുന്ന മൊറാലിറ്റിയുടെ കാര്യമാണ് ഞാൻ കുറച്ചുകൂടി പറഞ്ഞത്. അതായത് ആൺകുട്ടികൾ പെൺകുട്ടികൾ തമ്മിൽ സൗഹൃദം കഴിയുമോ, സൗഹൃദം പ്രോത്സാഹിപ്പിക്കേണ്ടതാണോ, അവർ തമ്മിലുള്ള റെസ്പെക്റ്റ് എങ്ങനെ വളർത്താൻ കഴിയും, അവർ തമ്മിൽ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് കണക്ഷൻസ് എങ്ങനെ ഒരു സമൂഹത്തെ എൻകറേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സമൂഹം ചിന്തിക്കണമല്ലോ. അല്ലെങ്കിൽ ഈ പണ്ടത്തെ പോലെ തന്നെ ഈ സ്ത്രീപീഡനങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ എത്ര കൊല്ലം കഴിഞ്ഞാലും കേരളത്തിൽ മാറാൻ സാധ്യതയില്ല. അതേസമയം അപ്പോൾ അതിനെ പറ്റിയുള്ള ചിന്തകളാണ് ഞാൻ ചോദിക്കുന്നത്. കുറച്ച് റൂട്ടൊക്കെ ഇരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷനിലാണ്. ഈ പറഞ്ഞ മുഴുവൻ യുവാക്കൾ യുവതികൾ തമ്മിലുള്ള പ്രണയം സൗഹൃദങ്ങൾ സെക്സ് എന്നുള്ള വാക്കുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പറയുമ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ടൊരു തമാശ കഥ പോലും കേട്ടിട്ടുണ്ട്. ഒരു കുട്ടിയെന്ന് അപ്ലോഡ് ചെയ്യാണ് സെക്സ് എന്താണ് കേട്ടിട്ടുണ്ടോ സംഭവം? അമ്മയോട് പോയി ചോദിക്കും ഇതൊക്കെ എന്നിട്ട് അമ്മയോട് പോയി എനിക്കൊന്നറിയില്ല. അമ്മ പറഞ്ഞ് എടാ അതങ്ങനെ പറയാ, അപ്പനമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പനമ്മ ഭയങ്കര സ്നേഹമായിരുന്നു, അങ്ങനെ നീ ഉണ്ടായി. അപ്പൊ ഇതെങ്ങനെ ഈ കോളത്തിൽ ഞാൻ എഴുതും? സെക്സ് മെയിൽ ഓർ ഫീമെയിൽ എന്നാണ് ചോദിച്ചത്. അപ്പൊ കൊച്ചു സെക്സിന്റെ ഇവിടെ ഫോം ഫില്ല് ചെയ്യാൻ മെയിലാണോ ഫീമെയിലാണോ ടിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ അത്ര പോലും അല്ല. എൻ്റെ ഓർമ്മയില് ഞാന് ഈ ആദ്യ കുർബാന സ്വീകരണം ഉണ്ടല്ലോ, അതിന് 10 കൽപ്പനകളിൽ ഈ വ്യഭിചാരം ചെയ്യരുതെന്നാണല്ലോ. അപ്പം ഞാൻ ടീച്ചറോട് ചോദിച്ചു, ഇത് ടീച്ചർ ഇത് എന്തൊരു സാധനം എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ അതൊന്നും ഇപ്പൊ നീ അറിയേണ്ട കാര്യമില്ല ചെയ്യരുത്. ഞാൻ അമ്മോട് ചോദിച്ചു വീട്ടിൽ വന്നിട്ട്, ഈ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്താ? ഇത് വടാക്കാന്ന് പറഞ്ഞു. അപ്പം ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ ഞാനിപ്പോ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമായിട്ടത്. എല്ലാവരും അവൻ ആൾക്കാരെ കണ്ടപ്പോൾ എന്നോട് ആളുകൾ കമന്റ് ചെയ്യുന്നതാണ്, അവന് സെക്സിനെ പറ്റി അറിയാനാണ്. ഇത്രയും പ്രായ ആൾക്ക് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ് അതൊക്കെ. അപ്പം ഒരു ഈ സമൂഹത്തിന്റെ ചിന്താഗതി കുറച്ചും കൂടെയൊക്കെ ഒരു ആക്സെപ്റ്റിംഗ് ആയി മാറുന്നത് നല്ലതായിരിക്കും. ഞാൻ പൊതുവെ നമ്മളൊരു മതപരമായ സൈഡിൽ നിന്ന് വരുമ്പോൾ ഇതൊന്നും വേണ്ട അല്ല, ആ ഒരു ക്രൈസിസ് ഒക്കെ പുസ്തകത്തിൽ പല സ്ഥലത്തും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചു വരുന്ന കുട്ടികളും ഉണ്ടാവില്ലേ? കുറെ ഞാനും ചോദിക്കുന്ന ആള് തന്നെയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ ലെഫ്റ്റ് സൈഡില് സ്ത്രീകൾ പുരുഷന്മാരാണ്. വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടോ പള്ളികളിൽ? അവിടെ ഈ പ്രശ്നമില്ല. നമ്മുടെ പള്ളികളിലൊക്കെ നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, ചെരുപ്പഴിച്ചിടുക. വിദേശ രാജ്യത്ത് ബിഷപ്പ് ഉൾപ്പെടെ ചെരുപ്പിട്ടിട്ടാണ് ആൾക്കാരേക്ക് ആയിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ ഞങ്ങളുടെ ഇതിനകത്ത് പ്രാർത്ഥനകളിൽ എത്ര പ്രാർത്ഥന, ഗർഭിണികൾക്കുള്ള പ്രാർത്ഥന,
പശുവിൻ്റെ കുളമ്പ് രോഗത്തിനുള്ള പ്രാർത്ഥന, ഇങ്ങനെ കോഴിയുടെ ഇതിനുള്ള പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥനയുടെ ബഹളമാണ്. ഇത് എക്സ്ട്രീം ഒരു മൊറാലിറ്റി ഇത്തരം കാര്യങ്ങളിലൊക്കെ പലതും ഭയങ്കര സിന്നാണെന്നുള്ള ബോധമൊക്കെ ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആംഗിളിൽ അത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കില്ല. അതായത് അത്രയും ചില കാര്യങ്ങൾ ചെയ്യുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ഒരുപാട് പേരുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഇൻവോൾവ് ആയി നടക്കുന്ന ഒരാൾ ഒരിക്കലും പീസ് ഓഫ് മൈൻഡ് കണ്ടെത്താൻ പോകുന്നില്ല. അയാൾ എന്തെങ്കിലും ട്രബിൾ ചെന്ന് പോകാനാണ് സാധ്യത കൂടുതൽ. അത്തരം കാര്യങ്ങളിൽ പെടാതിരിക്കാൻ ഞാനായിരിക്കും ചിലപ്പോൾ വിചാരം ചെയ്യരുത്. നമ്മളതിന്റെ കോണ്ടെക്സ്റ്റ് എടുക്കണം. ഇപ്പൊ ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനെ കാച്ചിക്കുറുക്കി ഒരു പോയിന്റ് ആക്കി വ്യഭിചാരം ചെയ്യുന്നാക്കുമ്പോൾ അത് ചിലപ്പോൾ ഭയങ്കര റോങ് ആയിട്ട് തോന്നും. അതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഡസൻ ഹെൽപ്പ് യു. ഇങ്ങനെ നിന്റെ ഉള്ളിൽ ഇതിനുള്ള ഇൻസെക്ട് ഉണ്ട്, കാണുന്ന എല്ലാവരുമായിട്ടും ഫിസിക്കലി ഇൻവോൾവ് ആവുന്ന ഒരു താല്പര്യം ചിലപ്പോൾ നിനക്ക് തോന്നുമായിരിക്കും. ഇറ്റ് വിൽ കിൽ യു ഇവൻച്വലി. അതുകൊണ്ട് കണ്ടെയ്ൻ അല്ലെങ്കിൽ കൺട്രോളിനേക്കാൾ ഉപരി അതിനെ മാനേജ് ചെയ്യുക. മനുഷ്യന്റെ ഒരു ബേസിക് ക്വാളിറ്റി അതാണല്ലോ. അല്ല നമ്മൾ മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ. സെൻസിബിളി ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങൾക്ക് മതങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ എസെൻസ് നല്ലതാണ്. വൺ ലൈനിൽ പലതും ഭയങ്കര റോങ് ആണ്. പക്ഷെ ഞാൻ എവിടെ വായിച്ചു കേട്ടിട്ടുണ്ട്, ദൈവം നന്മയെക്കുറിച്ച് പ്രഘോഷിക്കാൻ മതങ്ങൾ സൃഷ്ടിച്ചു, പിശാച് മതപ്രവാചകന്മാർ സൃഷ്ടിച്ചു എന്നാണ്. നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ഛൻ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞാണ്, എന്തുകൊണ്ടാണ് ആള് പള്ളി പോകുന്നില്ല? അത് എത്തീസം കൂടി വരുന്നോണ്ടല്ല, സയന്റിഫിക് നമ്പർ കൂടുന്നോണ്ടല്ല, സ്ഥിരം ഭക്തിയും പള്ളിയായിട്ട് നടക്കുന്നവരുടെ ജീവിതം അത്ര ഇൻസ്പയറിംഗ് അല്ല. അത് മാത്രമല്ല ഭയങ്കര ബോറടിയാണ്, ലെങ്തി പരിപാടികളുടെയാണ്. എന്നോട് ആളുകൾ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ബോറടിച്ചിട്ടാ ഞാൻ പോവാത്തതാണ്. സയന്റിഫിക്കലി കണ്ട അടിപൊളിയായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, പണ്ട് ബോബി അച്ഛൻ പറഞ്ഞ കേട്ടുള്ളതാണ്. ഒരാൾ ചോദിച്ചാൽ എന്തിനാ പള്ളിയിൽ പോണത്? ദൈവം എല്ലായിടത്തും ഒരുപോലെയല്ലേ? ദൈവം എല്ലായിടത്തും ഒരുപോലെയാണ്, നീ എല്ലായിടത്തും ഒരുപോലെയില്ല. നമുക്ക് ഒരു മണിക്കൂർ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യർ ചുറ്റും, അതിന്റെ വൈബ് വേറെയാണ്. അതിന് നമ്മുടെ ഈ ബോഡിയെ കൺട്രോൾ ചെയ്യാനാണ് പള്ളിയിൽ പോകുന്നത്. കുറച്ചേരം മൊബൈൽ നമ്മൾ പള്ളിയിൽ നിന്ന് വീഡിയോ കോൾ ഇല്ലല്ലോ, എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നോക്കാൻ സാധ്യത കുറവാണ്. ആ ഒരു മണിക്കൂർ യു ആർ ടേമിങ് യുവർ ബോഡി. പ്രാർത്ഥന വരുന്നുണ്ടോ, ബോറടിക്കണം, ഒരു മണിക്കൂർ നോക്കാണ്ടിരിക്കാൻ പള്ളി ചിലപ്പോൾ സഹായിക്കും. ആ ഒരു മണിക്കൂറിലാണ് നിങ്ങളുടെ ബ്രെയിൻ കുറച്ചുകൂടി സെറ്റിൽ ആവണമെങ്കിൽ. പണ്ടൊക്കെ ഈ സന്ധ്യാപ്രാർത്ഥന ചെയ്യുന്നത് പിള്ളേര് ഉറക്കാനായിട്ടാണെന്ന് പറയും. കളിച്ചു നടക്കുന്ന പിള്ളേരെ ഒരു മണിക്കൂർ പ്രാർത്ഥനയിൽ ഇത് കഴിഞ്ഞാൽ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും എല്ലാം ഉറങ്ങിപ്പോകും. പിന്നെ അവരെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല. അപ്പം ഇതിനൊക്കെ ചില ഗുണങ്ങളുണ്ട്. അത് സയൻസ് ആണ് ഈ പറഞ്ഞത്. പുതിയ കണ്ടെത്തൽ എന്താണ്? കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ മൊബൈലൊന്നും നോക്കരുത്. എന്തെങ്കിലും ഏറ്റവും നല്ല ഗുഡ് തോട്ട് കിട്ടിയിട്ട് ഏറ്റവും നല്ലൊരു സാധനം വായിച്ചിട്ടേ കിടക്കാവൂ. നല്ല എന്തെങ്കിലും കണ്ടിട്ട് നല്ലൊരു തോട്ടുമായിട്ടേ കിടക്കാവൂ. കാരണം നിങ്ങൾ ഉറങ്ങുമ്പോഴാണ് ബ്രെയിൻ അതിന്റെ റിപ്പയർ വർക്ക് എടുക്കുന്നത്. ലാസ്റ്റ് കിട്ടിയ തോട്ട് വെച്ചിട്ടാണ് അതിന്റെ പ്രോസസ്സ് ആരംഭിക്കുന്നത്. അതൊരു പോസിറ്റീവ് തോട്ടാണെങ്കിൽ നിങ്ങളുടെ റിപ്പയർ വർക്ക് ഭംഗിയായിട്ട് നടക്കും. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ 15 മിനിറ്റ് മൊബൈൽ നോക്കരുത്, കണ്ടടിച്ചിരിക്കുക. ഇതിൻ്റെ ഇടയിൽ പണ്ട് അമ്മമാർ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് കിടക്കട, കുരിശ് വരച്ചിട്ട് നാമം ചൊല്ലി കിടക്കട. സെയിം ആണെന്നേ. സയന്റിഫിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ശ്രമിച്ചാൽ. ഇപ്പൊ പള്ളിയിൽ പോകണം എന്തിനാണ് എല്ലാവരും? പള്ളിയിൽ പോയി 1 മണിക്കൂർ ഇരിക്കുമ്പോൾ അത്രയും നേരം നിങ്ങൾ ഈ സാധനങ്ങളിൽ നിന്നൊക്കെ വിട്ടിരിക്കുകയാണ്, മൊബൈലിൽ നിന്നൊക്കെ വിട്ട് നിങ്ങൾ വേറെ ലോകത്താണ്. അവിടെ ചിലപ്പോൾ ഒരു പുതിയ ഐഡിയ വരുമായിരിക്കും. ഞാൻ ഒരിക്കൽ പള്ളി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അവിടുത്തെ അച്ഛൻ, ഞാൻ പറഞ്ഞ അച്ഛൻ സോറി ഉറങ്ങിപ്പോയി, നല്ല സ്ഥലമാണ് ഉറങ്ങാൻ പള്ളി, സേഫ് പ്ലേസ്, സ്ലീപ്പ്. അപ്പോൾ എനിക്ക് ഫാൻ ഇട്ട് തരണമെന്ന് ചോദിച്ചു. പിന്നെ കുംസായക്കൂടിൻ്റെ സൈഡിലിരുന്നു. അവിടെ ഒരൊറ്റ ഫാൻ മാത്രമേ ഉള്ളൂ, ബാക്കി കോമൺ ഫാനുകളുടെ സ്വിച്ച് പുറകിലാണ്, ഇവിടുത്തെ സ്വിച്ച് വേറെ. സ്വിച്ച് ഇട്ട് തരണം, സ്ലീപ്പ് പീസ്ഫുള്ളി. കുറേ പുരോഹിതന്മാരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. കുറേ പേര് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഈ സെമിനാരിയിലും കുറേ പേരെയൊക്കെ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പുരോഹിതന്മാരിൽ തന്നെ വ്യത്യാസമുണ്ടല്ലോ എന്ന് വെച്ചാൽ, വളരെ എൻ്റെ തിങ്കിങ് എന്താണെന്ന് വെച്ചാൽ, ചിലരൊക്കെ വളരെ നല്ല മനുഷ്യരാണ്, അതുപോലെ തന്നെ വളരെ മോശം ആളുകളും മറ്റു ജനങ്ങളിലെ പോലെ ഇവരുടെ കൂട്ടത്തിലും കാണും. പക്ഷേ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല ആളുകൾക്ക് പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ ആളുകളെ മാറ്റാനുമുള്ള ഒരു അവസരം ഇന്നത്തെ ഒരു മതസമൂഹങ്ങളിലുണ്ടോ? അതിൽ ഈ പുരോഹിതന്മാരിൽ തന്നെയുള്ള നല്ലവർക്ക് അവസരങ്ങളുണ്ടോ?
നല്ല മനുഷ്യരൊക്കെ എനിക്ക് തോന്നുന്നു ജനറലൈസ് ചെയ്ത് പറയുന്നല്ല. ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ ഗുരുക്കന്മാരുടെ മനുഷ്യരൊക്കെ അങ്ങനെ ലൈം ലൈറ്റിൽ ഇല്ലാത്തവരാണ്. അവരുടെ റീലുകളൊന്നും നിങ്ങൾ കാണാൻ പോണില്ല. ഒരാൾ ഒരു വൈഷ്ണവ ഫിലോസഫിയിലെ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ്. ഞാനൊക്കെ അയാളുടെ ചുറ്റും ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും നടക്കണേ, വെട്ടം കിട്ടിയിട്ട് ഞാൻ ഇറങ്ങിപ്പോരും. അയാൾ പറഞ്ഞതെന്ന് വിളിച്ചോണ് ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. വേറെ ആൾ ഫ്രാൻസി ബോയ് ഡോക്ടറേറ്റ് എടുത്ത ഒരാളുണ്ട്. ഇവർക്കങ്ങനെ ഭയങ്കര ലൈം ലൈറ്റിൽ ഇവർ സ്ഥിരം പ്രഘോഷകരോ ഒന്നുമല്ല. അവർ അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അവരത് ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ്. ഇങ്ങനൊരു സംഗതിയിലോട്ട് വരാൻ ഇപ്പം നമ്മൾ ആളറിയുന്ന ഒരാൾ ഇയാളുടെ സുഹൃത്താണ് ഞാൻ വല്ലാണ്ട് പറയാത്ത ആളുകൾ പോലും ഉണ്ട്. ഇപ്പം പുള്ളിയിൽ നിന്ന് കിട്ടുമോ ടോക്കന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചു നോക്കട്ടെ. ഇങ്ങനെ പറയുന്ന എന്ത് ചങ്ക് ബ്രദറായ സഹോദരനായി. അപ്പോൾ അവർ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതവർ അങ്ങനെ ഒരു ലൈഫ് ചൂസ് ചെയ്യുന്നതാണ്, അതവരുടെ ക്വാളിറ്റിയാണ്. നമ്മൾ എത്രയോ ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇവനൊക്കെ ഇന്ത്യൻ ടീമിൽ കയറണ്ടെന്ന് പറയും. കയറില്ല, എന്ത് ചെയ്യാൻ പറ്റും? സച്ചിനേക്കാൾ നല്ല സ്ട്രേറ്റ് ഡ്രൈവ് ആയിരിക്കും എൻ്റെ ചിലപ്പോൾ. പക്ഷെ അവനങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ടാവും. അങ്ങനെ ചില മനുഷ്യരുണ്ട് ഇങ്ങനെ അറിയപ്പെടാതെ അവരുടേതായ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരിലൂടെ ഇപ്പം അവർ പറഞ്ഞത് വിളിച്ച് എന്നിലൂടെ കുറേ പേരിലേക്ക് എത്തുന്നുണ്ടാവും. ഒരു ക്രിസ്തീയ പാരമ്പര്യത്തിലാണല്ലോ വളർന്ന് ഒക്കെ വന്നത്. പുസ്തകങ്ങളുടെ പല ഭാഗത്തും ഈ ഗ്രേസിനെ പറ്റി, കൃപയെ പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കോമ്പണൻറ്റ്, ക്രിസ്ത്യാനിറ്റിയിൽ കാണുന്ന ഒരു കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നതൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും കൂടുതൽ എംഫസൈസ് ചെയ്യുന്നൊരു സാധനമാണ്. എനിക്കിതുവരെ ശരിക്കും മനസ്സിലാവാത്തൊരു പാർട്ടാണ് എന്താണ് ഈ ഗ്രേസ്, കൃപ. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ ചില ഇതുണ്ടല്ലോ, ഈ ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും, അങ്ങനെ ഒരു സംഗതി നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ. പല കാര്യങ്ങൾ നിങ്ങളൊരാളെ സഹായിച്ചപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഗ്രേസ് എന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ ശുദ്ധിയുടെ ഒരു ഡെപ്താണ്. ആദ്യത്തെ പുസ്തകം എഴുതിയപ്പോൾ ഇതൊരു ബെസ്റ്റ് സെല്ലർ ആവണമെന്നോ ഒരുപാട് പേര് വായിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. ബരീ തോട്ട്സ് ഞാൻ 50,000 രൂപ കൊടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്തിറക്കുമ്പോൾ എൻ്റെ ആഗ്രഹം പേരിലൊരു ബുക്ക്, അപ്പൻ്റെ അമ്മയ്ക്ക് ഒരു അഭിമാനം ഉണ്ടാവുമായിരിക്കും എൻ്റെ പേരിലൊരു ബുക്ക് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നൊരു ചിന്ത ഉണ്ടാവും. ആ ബുക്ക് അപ്പൻ പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ, ഒരു സ്റ്റോറി ഇടണം, അത്ര സിമ്പിളായിരുന്നു. ഒന്നും ആഗ്രഹിക്കാത്തവരുടെ മനസ്സിൽ ഒരു ശൂന്യതയുണ്ട്. ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, വാശികളൊന്നും ഇല്ലാത്തൊരു മനസ്സിലൊരു എംപ്റ്റി സ്പേസ് ഉണ്ട്. ആ എംപ്റ്റി സ്പേസിലേക്ക് പ്രകൃതി അത് കണ്ട് വെച്ച് കൊടുക്കുന്നതാണ് ഗ്രേസ്. എൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് എനിക്കതാണ്. ആദ്യമായിട്ടൊരു വീഡിയോ 2017 ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ദൈവം ഇതിന് എത്ര ലൈക്ക് കിട്ടും, എത്ര വ്യൂസ് കിട്ടും ആലോചിച്ചിട്ടില്ല. ആ വീഡിയോ ചെയ്തു, അത് വൈറലായി. റേഡിയോ ഒന്ന് വിളിച്ചു. ഞാനിങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, എൻ്റെ വോയിസ് റിജക്റ്റഡ് ആയെന്ന് പറഞ്ഞു. സങ്കടം തോന്നി. പക്ഷെ ഇത് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അപ്പുറത്തോട്ടായിട്ട് RJ പിന്നെ നാളെ തുടങ്ങി എൻ്റെ ഇത് മുഴുവൻ ചിന്തിച്ചിട്ടില്ല. ഒരു ഇൻഫ്ലുവൻഷ്യൽ RJ ആയി മാറി, അങ്ങനെ അവാർഡൊക്കെ കിട്ടി. ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഒടുക്കത്തെ ഇൻ്റർവ്യൂ ആണെന്ന്. എനിക്കിങ്ങനെ അധികം ഇൻ്റർവ്യൂസ് എപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കണമെന്നില്ല. ലാസ്റ്റ് കുറേ വന്ന് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് യൂട്യൂബിൽ കിടക്കുന്നത് മുഴുവൻ. ആസ് എൻ ഓതർ ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വിളിക്കുന്നു. എനിക്കറിയാം എന്നെ വിളിച്ചിട്ട് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുക പൈസ തരാമെന്ന് പറയുന്നവരുണ്ട്. ബിസിനസ് മാഗ്നറ്റ്സ്, വലിയ വലിയ ആളുകൾ. ജോസഫ് ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റും, എത്ര റേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ആൾ കൊതിക്കുകയാണ് ഒന്ന് ലൈംലൈറ്റിൽ വരാൻ. ഒന്നും ആഗ്രഹിക്കാതെ, അതായത് യു ഡു യുവർ പാർട്ട്. ബേസിക് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാനൊരു പുസ്തകം എഴുതുമ്പോൾ ഇപ്പോൾ പുസ്തകം എന്തായാലും എനിക്കിപ്പോൾ ആരുങ്ങളാത്ത യുദ്ധങ്ങൾ ഇത് കുറേ പേർക്ക് ഉപകാരപ്പെടണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. എൻ്റെ ഹൃദയത്തിൽ തൊട്ട് പറയാണ്, ആരുങ്ങളാത്ത യുദ്ധങ്ങൾ ഞാൻ എഴുതുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ചാരന്മാർ പോലെ ഇങ്ങനെ അങ്ങോട്ട് പോയി കുറേ വിറ്റഴിക്കണം, ബെസ്റ്റ് സെല്ലർ ആവണ. ഞാൻ പണ്ട് സ്ഥിരം ദൈവത്തിൻ്റെ ചാരന്മാർ ആമസോണിൻ്റെ ലിങ്കിൽ എത്രാമതാ പറഞ്ഞതെന്നൊക്കെ നോക്കുമായിരുന്നു. ഇതുവരെ നോക്കിയിട്ടില്ല. ഇത് നോക്കേണ്ട കാര്യമില്ല. അത് അതിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ എഴുതുന്നത്.
മനുഷ്യർക്ക് ഉപകാരപ്പെടാം എന്നുള്ളൊരു സിമ്പിൾ ഹമ്പിൾ ഇതിൻ്റെ പുറത്താണ്. അപ്പോൾ ഒന്നിനും വെട്ടിപ്പിടിക്കാൻ വാശി കാണിക്കാത്ത മനുഷ്യരുടെ മനസ്സിലൊരു എംപ്റ്റി സ്പേസ് കാണുമ്പോൾ നേച്ചർ വിൽ പ്രൊവൈഡ് വിത്ത് സംതിങ്. നേച്ചർ തരുമായിരിക്കും കരുതി പോലെ എംപ്റ്റി സ്പേസ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഓർഗാനിക്കലി ഇപ്പോൾ ഇദ്ദേഹം ഇൻ്റർവ്യൂ നമ്മളിന്ന് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് ചായ ബ്രേക്കിലൊക്കെ പറയുന്നത് ഇത് ഓടുവോ, ഓടില്ലേ, ഓടുമായിരിക്കും, ചിലത് ഓടിയില്ല. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് ഇടുന്നു. എന്ത് നമ്മളിത് വൃത്തിക്കും മനയ്ക്കും. നിങ്ങളിത് കുറെ നേരം പ്രിപ്പയർ ചെയ്ത് കുറെ ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആണോ, ഷീറ്റൊന്നും ഇല്ലാതിരിക്കുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല ഉത്തരം, ഏറ്റവും ട്രൂത്തുള്ള ഉത്തരം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം റിഗ്രറ്റ് ചെയ്യുന്ന നിൽക്കട്ടെ. എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും സിൻസിയർ ആയിട്ട് ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം അതാണ് ഗ്രേസ്. ഒരു പിടിവാശിയില്ലാത്ത ഒരു മനസ്സ്. ഗിവ് യുവർ ബെസ്റ്റ് ആൻഡ് യു ലീവ്. നിങ്ങളൊരു ടോക്കിന് വിളിച്ചു, യു ഗേവ് യുവർ ബെസ്റ്റ്. നിങ്ങൾക്കറിയാം നിങ്ങൾ ഏറ്റവും നല്ല കൊടുത്തു. നിങ്ങൾക്ക് ആക്കുണ്ടാവുന്നത് അവർക്ക് ചിലപ്പോൾ ഇമ്പ്രസ് ആയി കാണില്ല, ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പ്രസ് ആയി, ചിലപ്പോൾ അത് ഭയങ്കര ചർച്ചയായി. ബി എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസ് കുറേ കാലം ഡിസപ്പിയറിങ് സ്ലോലി എന്നായിരുന്നു. നമ്മളിങ്ങനെ പോകും മെല്ലെ മെല്ലെ. ഞാൻ മരിക്കും, കുറച്ച് കാലം റീൽ ഇവിടെ കിടന്ന് ഓടും. പിന്നെ എന്താണ്, പുതിയ മനുഷ്യർ വരും. നമ്മൾ അത്രയും ബബിളാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത്. പിന്നെ കിട്ടിയ നല്ലതിനോർത്ത് താങ്ക്സ്. കൂടുതൽ വേണോ നിർബന്ധമൊന്നുമില്ല. ആ ഒരു എംപ്റ്റിനെസ്, ആ ഒരു ഗ്രേസ്ഫുൾ എംപ്റ്റിനെസ് ആണ് ഗ്രേസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രാറ്റിറ്റ്യൂഡിലോട്ട് തന്നെ തിരിച്ചു വന്നു നമ്മൾ. അപ്പം ഞാൻ അവസാനത്തെ ഇൻ്റർവ്യൂവിന് വേണ്ടി അവസാനത്തെ മെയിലയച്ച് വരുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും, നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആൾ നമുക്കറിയില്ലല്ലോ എന്തുകൊണ്ടാണ് ജോസഫിൻ്റെ പുസ്തകങ്ങൾ വിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കിപ്പോൾ പേഴ്സണലി സംസാരിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ആളുകളെ ഹൃദയത്തിൽ തൊടാൻ പറ്റുന്ന ഇതുകൊണ്ടാണ്. ആളുകളുടെ ഹൃദയത്തിൽ തൊടുന്ന പുസ്തകങ്ങളും ടോക്കുകളും പ്രവൃത്തികളും ഒക്കെ കണ്ടമാനം ഇനിയും വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.